മലങ്കര കാതലിക് ടി വിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ 50-ാം എപ്പിസോഡിൻ്റെ 3-ാം ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഭാരതസഭ കത്തോലിക്ക സഭ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭ, 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഭാരതസഭ കത്തോലിക്ക സഭ തന്നെയാണ്. സഭാചരിത്രവും എല്ലാ സഭാചരിത്ര സൂചനകളും 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ കത്തോലിക്ക സഭ തന്നെയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെയുള്ള കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, പഴയ കൂറും പുത്തൻ കൂറും, ഈ സഭകളെല്ലാം തന്നെ മാർത്തോമാ ശ്ലീഹ ഇവിടെ സ്ഥാപിച്ച സഭ അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ കത്തോലിക്ക സഭയാണെന്ന് കൃത്യമായി ചരിത്രരേഖകളുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നു. യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഇവിടെ ഉണ്ടായിരുന്ന സഭ യാക്കോബായ സഭയാണ്, ഓർത്തഡോക്സ് സഭയാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും ചരിത്ര പിൻബലമുണ്ടോ അതിന്? അതാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനായിട്ട് കത്തോലിക്ക അല്ലെങ്കിൽ കാതലിക്, ഓർത്തഡോക്സ്, യാക്കോബായ എന്നീ പദപ്രയോഗങ്ങളും ഈ സഭകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട്. കാതലിക്, കത്തോലിക്ക എന്ന പദം ആദ്യമായി സഭയിൽ ഉപയോഗിക്കുന്നത് അന്ത്യോക്യയിലെ 3-ാമത്തെ പാത്രിക്കീസായിരുന്ന 117 കാലം ചെയ്ത വിശുദ്ധ ഇഗ്നാത്തിയോസ് ആണ് സഭയെ ആദ്യമായി കത്തോലിക്ക സഭ എന്ന് വിളിക്കുന്നത്. പാഷണ്ഡത പഠിപ്പിക്കുന്ന വ്യക്തികൾ സഭയിൽ കൂടി വന്നപ്പോൾ വിശ്വാസികൾക്കിടയിൽ സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു മെത്രാനോ അദ്ദേഹം നിയോഗിക്കപ്പെടുന്ന വ്യക്തിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് അവിടെ സഭയുണ്ട്. ആ സഭ കത്തോലിക്ക സഭയാണ്. എക്ലേസിയ കാത്തോളസ്, കത്തോലിക്ക സഭ, ദ ഹോൾ ചർച്ച്, ലോകത്തിലുള്ള മുഴുവൻ സഭയുടെയും സാന്നിധ്യം എവിടെയുണ്ട്. അക്കോർഡിംഗ് ടു ദ ഹോൾ, ഇൻ ജനറൽ, ഒരു മെത്രാനാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രാദേശിക സഭയിൽ രക്ഷയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അതിനാൽ ആ സഭ മുഴുവൻ സഭയും ഉൾക്കൊള്ളുന്നു. ആ സഭ പൂർണ്ണമാണ്, സമഗ്രമാണ്, തെറ്റില്ലാത്തതാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്നതാണ്, അപ്പസ്തോലിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്, അതിൻ്റെ പിൻഗാമിയായ മെത്രാനാൽ ഭരിക്കപ്പെടുന്ന സഭയാണ് എന്നെല്ലാം ഈ പദം അർത്ഥം നൽകുന്നു. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അഥവാ സത്യവിശ്വാസികൾ. അവർ കത്തോലിക്കരാണ്. പാഷണ്ഡികളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് യാതൊരു അപ്പസ്തോലിക അധികാരവുമില്ല, അപ്പസ്തോലിക അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് എല്ലായിടത്തും സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ സഭ എന്ന പേരിലാണ് സാർവത്രികം, യൂണിവേഴ്സൽ എന്ന പദം ഉപയോഗിക്കുന്നത്. അതിനാൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെയും റോമായിലെയും സഭയെ കാതോലികമെന്നും കത്തോലിക്ക സഭയെന്നും പൊതുവെ മനസ്സിലാക്കിയിരുന്നു. ചുരുക്കത്തിൽ കാതലിക് എന്ന വാക്കിൻ്റെ അർത്ഥം പല അർത്ഥങ്ങൾ കൂട്ടിച്ചേർന്നാണ് നമ്മൾ തിരിച്ചറിയണം. സത്യവിശ്വാസം പഠിപ്പിക്കുന്നതും സമഗ്രമായതും പൂർണ്ണമായതും തെറ്റില്ലാത്തതുമായ സത്യസഭ, അപ്പസ്തോലന്മാരുടെ തുടർച്ചയായ സഭ, എല്ലാ സംസ്കാരങ്ങളിലേക്കും ഇഴുകിച്ചേരാൻ കഴിവുള്ള സഭ. ദ ചർച്ച് ഈസ് നോട്ട് ലിമിറ്റഡ്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിവുള്ള സഭ, ഓപ്പൺ ടു ദി ഹോൾ. എന്നാൽ അതേസമയം തന്നെ ഈ സഭ ലിമിറ്റഡ് അല്ല, ചുരുക്കപ്പെട്ട ഒരു സമൂഹമല്ല എന്നും അതിന് അർത്ഥമുണ്ട്. അതിന് വളരെ വിശാല അർത്ഥത്തിലാണ് സഭയെ കാതോലികം എന്ന് ആദ്യ നൂറ്റാണ്ടുകളിൽ മനസ്സിലാക്കിയിരുന്നത്. പ്രത്യേകിച്ചും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരാൽ ഭരിക്കപ്പെടുന്ന സത്യസഭ, അത് സാർവത്രിക സഭയുടെ ഒരു പൂർണ്ണത ഒരു പ്രാദേശിക സഭയിലുമുണ്ട്. ഒരു മെത്രാനാൽ നയിക്കപ്പെടുന്ന ഒരു പ്രാദേശിക സഭയിൽ സാർവത്രിക സഭയുടെ പൂർണ്ണത ഈ പ്രാദേശിക സഭയിലുമുണ്ട്. അതുകൊണ്ട് ആ സഭയെ കാതലിക് എന്ന പേരിലാണ് പൊതുവായിട്ട് മനസ്സിലാക്കിയിരുന്നത്. 325 നൈസിയൻ കൗൺസിലോടുകൂടി സഭയുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചപ്പോൾ, സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർവചിച്ചപ്പോൾ, സഭ ഏകമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ സഭ കാതോലികമാണ്. അപ്പോൾ സഭയുടെ വിശേഷണങ്ങളിൽ ഒന്നായി കാതലിക്, കാതോലികം
എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. കാതലിക് എന്ന പദപ്രയോഗവും കത്തോലിക്ക എന്ന പദപ്രയോഗവും രണ്ടാണ് എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശരിയല്ല. കാതലിക് എന്ന വാക്കിൻ്റെ മലയാള ഉപയോഗമാണ് കത്തോലിക്ക എന്ന് പറയുക. ഏകവും വിശുദ്ധവും കാതോലികവും എന്ന് പറയുന്നത് കത്തോലിക്ക എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുക. അതുകൊണ്ട് ഒന്നാം സുനോദോസിൽ ക്രോഡീകരിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാതലിക്, കത്തോലിക്ക എന്ന ഈ വിശേഷണം ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട യഥാർത്ഥ സഭയുടെ പേര് തന്നെയാണ്. ചുരുക്കത്തിൽ നൈസ്യൻ വിശ്വാസ പ്രമാണം, നിഖ്യ വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്ന എല്ലാ സഭകളും പൊതുവായി കാതലിക് ചർച്ച് ആയിട്ടാണ് പൊതുവെ അവർ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ അപ്പസ്തോലിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭകളെല്ലാം തന്നെ കാതലിക്കാണ് എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്നു. അപ്പസ്തോലന്മാരിൽ സ്ഥാപിതമായ സാർവത്രിക സഭയുടെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമാണ് ഒരു പ്രാദേശിക സഭ എന്ന് കാതലിക് എന്ന പദത്തെ പലരും പൊതുവായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഓരോ സഭയും കാതലിക് എന്ന പദത്തെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോടുകൂടി കാതലിക് എന്ന പദത്തിന് ഓർത്തഡോക്സി, ട്രൂ ഫെയ്ത്ത് എന്ന അർത്ഥം കൂടി ലഭിക്കുകയുണ്ടായി. ജെറുസലേമിലെ സിറിൽ എന്ന സഭാപിതാവ് 4-ാം നൂറ്റാണ്ടോടുകൂടി സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ, സമഗ്രമായതും പൂർണ്ണമായതും തെറ്റില്ലാത്തതുമായ സഭ എന്നീ അർത്ഥത്തിൽ കാതലിക് എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. മാർട്ടിഡം ഓഫ് പോളികാർപ്പസ് 155 എഴുതപ്പെട്ട പുസ്തകം, മൊറത്തോറിയൻ ഫ്രാഗ്മെൻറ്റ് 177 എഴുതപ്പെട്ട ഈ രേഖകളിലെല്ലാം തന്നെ കാതലിക് എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ 315 മുതൽ 386 വരെ ജീവിച്ചിരുന്ന ജെറുസലേമിലെ സിറിൽ പാഷണ്ഡതകളെക്കുറിച്ച്, ഹെരറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധവും കാതോലികവുമായ സഭയിലാണ് നിങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് പറയുന്നു. തെയോഡോഷ്യസ് 1-ാമൻ ചക്രവർത്തി 379 മുതൽ 395 വരെ റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി കത്തോലിക്ക ക്രിസ്തീയതയെ, കാതലിക് ക്രിസ്ത്യാനിറ്റിയെ പ്രഖ്യാപിച്ചു. എഡിറ്റ് ഓഫ് തെസലോനിക്ക എന്ന രേഖയിൽ 380 എഴുതപ്പെട്ട രേഖയിൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ, കാതലിക് ക്രിസ്ത്യൻസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ ജെറോം ഹിപ്പോയിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഗസ്തീനോസിന് അയക്കുന്ന കത്തിൽ 918 അയക്കുന്ന കത്തിൽ ലോകം മുഴുവനിലും അറിയപ്പെടുന്ന കത്തോലിക്കർ നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യസഭയെയും പാഷണ്ഡികളെയും വേർതിരിക്കാൻ അഗസ്തീനോസും കാതലിക് എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ സഭയിലെ ആദ്യത്തെ സൂനോദോസുകൾ 325 ഒന്നാം നൈസ്യൻ കൗൺസിൽ കൂടുകയുണ്ടായി. AD 431 നടന്ന മൂന്നാമത്തെ സൂനോദോസായ എഫെസോസ് സൂനോദോസ്, ആ സൂനോദോസിൽ നെസ്തോറിയൻ പാഷണ്ഡതയെ സഭ പുറത്തേക്ക് തള്ളുകയുണ്ടായി. അങ്ങനെ നെസ്തോറിയൻ പാഷണ്ഡതയെ സഭ നിരാകരിച്ചു. നെസ്തോറിയൻ പാഷണ്ഡതയുമായി ബന്ധപ്പെട്ട് നെസ്തോറിയൻ സഭ പിന്നീട് രൂപപ്പെടുകയുണ്ടായി, വളർന്നു വരികയുണ്ടായി. തുടർന്ന് 451 നടന്ന കാൽസഡോൻ സൂനോദോസ്, കൽക്കദോനിയ സൂനോദോസ്, 4-ാമത്തെ സൂനോദോസിൽ ഏകസ്വഭാവവാദം പഠിപ്പിച്ചിരുന്ന യവ്തിക്കൂസിനെയും കൂടി ഉണ്ടായിരുന്നവരെയും സഭ പുറത്താക്കി. മോണോഫിസൈറ്റിസം, ഏകസ്വഭാവവാദം ഇത് സത്യവിശ്വാസമല്ല എന്ന് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ 431 നെസ്തോറിയൻ സഭ എന്ന വിഭാഗവും 451 പുറന്തള്ളപ്പെട്ട ഏകസ്വഭാവവാദികൾ, അവർ യാക്കോബ് ബുർദാന എന്ന മെത്രാന്റെ നേതൃത്വത്തിൽ അവർ ഒരു സഭയായി പിന്നീട് വളരുകയും ചെയ്തു. ഈ 2 പാഷണ്ഡതകളിൽപ്പെട്ട സഭാസമൂഹം, നെസ്തോറിയൻ സമൂഹവും ഏകസ്വഭാവവാദികൾ, മോണോഫിസൈറ്റ്സ് എന്ന സമൂഹവും, അവർ സത്യവിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി കാതലിക് എന്ന പദത്തോടുകൂടി ഓർത്തഡോക്സ് എന്ന പദം കൂടി ഉപയോഗിച്ചു തുടങ്ങി. അതായത് നെസ്തോറിയസിൻ്റെ സഭയും ഏകസ്വഭാവവാദികളുടെ സഭയും പാഷണ്ഡത പഠിപ്പിക്കുന്ന സഭയാണെന്നും ആദ്യത്തെ 4 സൂനോദോസുകൾ അംഗീകരിക്കുന്ന സഭയെയാണ് കത്തോലിക്ക ഓർത്തഡോക്സ് സഭ എന്നും പറയാൻ തുടങ്ങി. അപ്രകാരം 7 സാർവത്രിക സൂനോദോസ് പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ ചേർന്ന് നടക്കുകയുണ്ടായി. അങ്ങനെ AD 1054 വരെ റോമൻ സാമ്രാജ്യത്തിലെ പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിൽ സംസർഗത്തിലായിരുന്നു. പൊതുവായി പാഷണ്ഡികളിൽ നിന്നും തിരിച്ചറിയാൻ
യഥാർത്ഥ സഭയെ കാതലിക് ഓർത്തഡോക്സ് സഭ എന്ന് പൊതുവായി ഇരു സഭകളും ഉപയോഗിച്ചിരുന്നു, പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും. ഓർത്തഡോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം റൈറ്റ് ഒപ്പീനിയൻ, ട്രൂ ഡോക്ട്രിൻ, കറക്റ്റ് ഒപ്പീനിയൻ എന്നൊക്കെയാണ്. അതിനെതിരായി നിൽക്കുന്നൊരു പദമാണ് ഹെറ്ററോഡോക്സ്. അത് ഹെരറ്റിക്കൽ ഡോക്ട്രിൻ, പൊതു അഭിപ്രായത്തിൽ നിന്നും മാറി നിൽക്കുന്നത്, യഥാർത്ഥ പഠിപ്പിക്കൽ നിന്നും മാറി ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥതലത്തിലാണ് ഹെറ്ററോഡോക്സ്. അതിൻ്റെ എതിർപദമാണ് ഓർത്തഡോക്സ് എന്ന പദം. പൊതുസമൂഹം പഠിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്, സത്യം പഠിപ്പിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് ട്രൂ ഫെയ്ത്ത്, ട്രൂ ഒപ്പീനിയൻ, ട്രൂ ഡോക്ട്രിൻ എന്ന തലത്തിൽ ഓർത്തഡോക്സ് എന്ന പദം സഭയിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. ഏകദേശം 2-ാം നൂറ്റാണ്ടോടുകൂടി ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം ഗ്രീക്ക് സഭകളിൽ തുടങ്ങി വന്നെങ്കിലും 4-ാം നൂറ്റാണ്ടോടുകൂടി ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം ഗ്രീക്ക് പിതാക്കന്മാർ അവരുടെ എഴുത്തുകളിൽ എഴുതുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ സത്യവിശ്വാസത്തിനെതിരായ പഠിപ്പിക്കലുകൾ ശക്തമായപ്പോൾ സത്യവിശ്വാസം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന സഭ, ട്രൂ ചർച്ച്, ട്രൂ ഡോക്ട്രിൻ, കലർപ്പില്ലാത്തത്, തെറ്റില്ലാത്തത് എന്ന അർത്ഥത്തിൽ ഗ്രീക്ക് പിതാക്കന്മാർ കാതലിക് എന്ന പദത്തോടുകൂടി ഓർത്തഡോക്സ് എന്ന പദം കൂടി കൂട്ടിച്ചേർത്ത് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ 1054 വരെ റോമ സാമ്രാജ്യത്തിലെ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും ഒരേ പോലെ തന്നെ കർത്താവിൻ്റെ സഭ കാതലിക് ഓർത്തഡോക്സ് ആണ്, ഒരേ സമയം അത് കാതലിക്കാണ്, ഓർത്തഡോക്സ് ആണ് എന്ന രീതിയിൽ പൊതുവായിട്ട് പഠിപ്പിച്ചു തുടങ്ങി. നമുക്കറിയാവുന്നതുപോലെ ആദിമസഭ പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിലാണ് അത് ശക്തി പ്രാപിച്ചത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ ഭാഗത്തും പിന്നീട് പാശ്ചാത്യ ഭാഗത്തും 5 സഭാകേന്ദ്രങ്ങളാണ് സഭയിൽ ആദ്യ 4 നൂറ്റാണ്ടുകൾ വളർന്നു വന്നത്. പെൻറ്റാർക്കി എന്ന പേരിലാണ് അറിയപ്പെടുക. അന്ത്യോക്യൻ, റോമൻ, അലക്സാൻഡ്രിയൻ, ജെറുസലേം, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ 5 സഭാ സമൂഹങ്ങളാണ് റോമ സാമ്രാജ്യത്തിനുള്ളിൽ സഭാകേന്ദ്രങ്ങളായിട്ട് വളർന്നു വന്നത്. ഈ 5 സഭാകേന്ദ്രങ്ങളെയും അറിയപ്പെട്ടിരുന്നത് ആ സ്ഥലത്തിൻ്റെ പേരിലാണ്. റോമിലെ സഭ, അന്ത്യോക്യയിലെ സഭ, അലക്സാണ്ട്രിയയിലെ സഭ, കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ, ജെറുസലേമിലെ സഭ. നമുക്കറിയാം ജെറുസലേമിലെ സഭ പിന്നീട് മതമർദ്ദനങ്ങളുടെ പേരിൽ ആ സഭ ക്ഷയിച്ചു പോവുകയും അവിടെ ഒരു അപ്പസ്തോലിക സിംഹാസനം പിന്നീട് അവിടെ നഷ്ടമാകുകയും ചെയ്തു. പിന്നീട് 4 സഭാകേന്ദ്രങ്ങളാണ് സഭയിൽ നിലനിന്നിരുന്നത്. അന്ത്യോക്യയും അലക്സാണ്ട്രിയയും റോമായും കോൺസ്റ്റാന്റിനോപ്പിളും. ഈ സഭകളെല്ലാം അറിയപ്പെട്ടിരുന്നത് ആ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. ഒരു സഭയോടും ചേർത്ത് കാതലിക്കെന്നോ ഓർത്തഡോക്സ് എന്നോ യാക്കോബായെന്നോ കൂട്ടിച്ചേർത്തിരുന്നില്ല. എന്നാൽ 431 മൂന്നാമത്തെ സുനദോസിന് പുറത്തുപോയ വിഭാഗം അവരുടെ സഭയെ നെസ്തോറിയൻ സഭ എന്ന പേരിൽ അന്നേ അറിയപ്പെടാൻ തുടങ്ങി. 451 4-ാം സുനദോസിൽ കൽക്കദോനിയയിൽ പുറത്തുപോയ ഏകസ്വഭാവവാദികളെ അവരെ യാക്കോബായക്കാർ എന്ന പേരിൽ 6-ാം നൂറ്റാണ്ട് മുതൽ അവർ അറിയപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ കാതലിക് ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം ഈ 5 സഭകളും ഒരുപോലെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന് പുറത്തുപോയ ആളുകളാണ് നെസ്തോറിയൻ സഭയെന്നും യാക്കോബായ സഭയെന്നും അറിയപ്പെട്ടിരുന്നത്. സത്യവിശ്വാസത്തിൻ്റെ പുറത്തുള്ള സഭകളാണ് ഇവ എന്നായിരുന്നു കാതലിക് ഓർത്തഡോക്സ് ചിന്താധാര. ചുരുക്കത്തിൽ ഒരു സഭയോടും ചേർത്ത് റോമൻ കാതലിക് ചർച്ചെന്നോ അന്ത്യോക്യൻ ഓർത്തഡോക്സ് ചർച്ചെന്നോ ഒന്നും ഒരു സമയത്തും 1054 വരെ സഭയിൽ ഉപയോഗിച്ചിരുന്നില്ല. കാതലിക് ഓർത്തഡോക്സ് പദപ്രയോഗങ്ങൾ എന്നാണ് സഭയോട് ചേർത്ത് പറയാൻ തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1-ാം ദശാബ്ദത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ റോമൻ പാത്രിയർക്കീസും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസും തമ്മിൽ പല കാരണങ്ങളാൽ അകലാൻ തുടങ്ങി. റോമിലുള്ളവർക്ക് ഗ്രീക്ക് കാര്യമായിട്ട് അറിയില്ല, കോൺസ്റ്റാന്റിനോപ്പിളുള്ളവർക്ക് ലത്തീൻ കാര്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ പലതരം രാഷ്ട്രീയ സാമൂഹിക അകൽച്ചകൾ ഇരു സമൂഹവും തമ്മിലുണ്ടായി. റോമൻ സഭ പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിച്ചു തുടങ്ങി. ഇതിൻ്റെ പേരിൽ ഇരു സഭകൾ തമ്മിൽ തർക്കമുണ്ടായി. നിക്കാ വിശ്വാസ പ്രമാണത്തിൻ്റെ കൂടെ ഫീലിയോക്വേ ആൻഡ് ഓൾസോ വിത്ത് ദ സൺ, പുത്രനിൽ നിന്നും എന്ന് റോമൻ സഭ കൂട്ടിച്ചേർത്തു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നതിന് പകരം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് റോമൻ സഭ കൂട്ടിച്ചേർത്തു. ഇതെല്ലാം പൗരസ്ത്യ സഭകളോട് കൂടി ആലോചിക്കാതെ റോം തനിച്ച് ചെയ്തതാണ്. 1-ാം ദശാബ്ദത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ റോമൻ പാത്രിയർക്കീസും
കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രീസ് തമ്മിൽ പല കാരണങ്ങളാൽ അകലാൻ തുടങ്ങി. ഭാഷാപരമായ പ്രശ്നം, രാഷ്ട്രീയവും സാമൂഹ്യവുപരമായ അകൽച്ചകൾ, വിശ്വാസ പ്രമാണങ്ങളിലുള്ള ചില തെറ്റിദ്ധാരണകൾ, ഇവയെല്ലാം തന്നെ റോമിലെ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും തമ്മിൽ വേർപിരിയാൻ കാരണമായി. റോമൻ സഭയും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കി മുൻപോട്ട് നീങ്ങിയ പൗരസ്ത്യ സഭകളും AD 1054 രണ്ട് സമൂഹങ്ങളായി വേർപിരിഞ്ഞു. അങ്ങനെ സഭാ സംസർഗം ഇരു സഭകൾ തമ്മിൽ ഇല്ലാതായി. ഇരു സഭകളും തമ്മിൽ പരസ്പരം മഹ്റോൻ ചൊല്ലി വേർപിരിഞ്ഞു. ഇരു സഭകളും തങ്ങളാണ് യഥാർത്ഥത്തിൽ കാത്തലിക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയാൻ തുടങ്ങി. കാലക്രമേണ റോമൻ സാമ്രാജ്യത്തിലെ പാശ്ചാത്യ റോമൻ സഭ കാത്തലിക് എന്ന പദപ്രയോഗത്തിന് കൂടുതൽ ഊന്നൽ നൽകി. അതേസമയം തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചുള്ള പൗരസ്ത്യ സഭകൾ ഓർത്തഡോക്സ് എന്ന പദപ്രയോഗത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയുണ്ടായി. അങ്ങനെ റോം കേന്ദ്രീകരിച്ചുള്ള പാശ്ചാത്യ റോമൻ സഭ കത്തോലിക്ക സഭ എന്ന പേരിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചുള്ള പൗരസ്ത്യ സഭകൾ ഓർത്തഡോക്സ് എന്ന പേരിലും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ റോമൻ സഭയോടൊപ്പം കാത്തലിക് എന്നുകൂടി പൊതുവായിട്ട് പറഞ്ഞു തുടങ്ങിയത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് ശേഷമാണ്. റോമൻ ചർച്ചിനുള്ളിൽ വീണ്ടും ഒരു വിഭജനം ഉണ്ടായപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ എന്ന് വളരെ പ്രകടമായ ഒരു വിഭജനം ഉണ്ടായപ്പോൾ സത്യസഭ എന്ന് പറയുന്നതിന് റോമൻ കാത്തലിക് എന്ന പേര് കൃത്യമായിട്ട് റോമൻ സഭ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് ശേഷമാണ് റോമൻ കത്തോലിസിസം, റോമൻ കാത്തലിക് ചർച്ച് എന്ന പദപ്രയോഗം സഭയിൽ പൊതുവായിട്ട് നാം കാണുന്നത്. 1054 മുതൽ അതിൻ്റെ പൊതുവായിട്ടുള്ള പറച്ചിലുകളുണ്ട്. ആദിമസഭ മുതൽ തന്നെ കാത്തലിക് എന്ന പദത്തിൻ്റെ ഉപയോഗമുണ്ട് എന്നെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ കത്തോലിക്ക സഭയാണോ, യാക്കോബായ സഭയാണോ, ഓർത്തഡോക്സ് സഭയാണോ എന്ന് മനസ്സിലാക്കുന്നതിന്. ഭാരതത്തിൽ ക്രിസ്തു ശിഷ്യനായ അപ്പസ്തോലനായ മാർ തോമസ് ലീഹ ഇവിടെ വരികയും ഇവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിക്കുകയുണ്ടായി. മാർ തോമസ് ലീഹ ഭാരതത്തിൽ സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭ തന്നെയായിരുന്നു എന്നതാണ് നമ്മൾ പൊതുവായിട്ട് ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. ഭാരതത്തിൽ സുവിശേഷം എത്തിച്ചത് ക്രിസ്തു ശിഷ്യനായ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായാണ്. മറ്റ് സ്ഥലങ്ങളിൽ സഭ രൂപപ്പെട്ടതുപോലെ റോമിലെ സഭ, അന്ത്യോക്യായിലെ സഭ, അലക്സാണ്ട്രിയയിലെ സഭ, കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭ, ജെറുസലേമിലെ സഭ, പേർഷ്യയിലെ സഭ എന്നതുപോലെ ഭാരതസഭയും അപ്പസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ട സഭയായിരുന്നു. ആ സഭ ഏകമായിരുന്നു, വിശുദ്ധമായിരുന്നു, കാതോലികമായിരുന്നു, ശ്ലൈഹികമായിരുന്നു. സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭയായിരുന്നു. നിഖ്യാവിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്ന സഭകളെല്ലാം തന്നെ കാത്തലിക് ചർച്ച് എന്ന് അറിയപ്പെട്ടു. പിന്നീട് 7 സൂനകദോസുകൾ അംഗീകരിക്കുന്ന സഭകളും കാത്തലിക് ഓർത്തഡോക്സ് എന്ന പേരിൽ പൊതുവായിട്ട് അറിയപ്പെടുകയുണ്ടായി. എങ്കിലും പൊതുവായി കാത്തലിക് ചർച്ച് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഭാരതസഭയും 16-ാം നൂറ്റാണ്ട് വരെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന സഭ റോമിലെ സഭ പോലെ, അന്ത്യോക്യായിലെ സഭ പോലെ, അലക്സാണ്ട്രിയയിലെ സഭ പോലെ ഈ സഭയും 16-ാം നൂറ്റാണ്ട് വരെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭ തന്നെയായിരുന്നു. സ്ലിഹന്മാരുടെ കാലത്തോ 6-ാം നൂറ്റാണ്ട് വരെയോ യാക്കോബായ സഭ ഇല്ലായിരുന്നു എന്നത് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും സ്പഷ്ടമാണ്. അപ്പോൾ മലങ്കരയിൽ തോമാസ് ലീഹ സ്ഥാപിച്ച സഭ യാക്കോബായ സഭയല്ല എന്ന് ഏവർക്കും ഒരുപോലെ മനസ്സിലാകും. യാക്കോബായ സഭ എന്ന പദപ്രയോഗം ആരംഭിച്ചത് 451 കൽസ്ട്രോൻ സുനോദോസിന് ശേഷം ഏകസ്വഭാവവാദികൾ സുനോദോസിന് പുറത്തായപ്പോൾ യാക്കോബ് പ്രധാനയുടെ നേതൃത്വത്തിൽ 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന സത്യവിശ്വാസത്തിനെതിരെ നിന്ന ഒരു സഭാസമൂഹത്തെയാണ് യാക്കോബായ സഭ എന്ന പേരിൽ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തോമാസ് ലീഹ ഇവിടെ സ്ഥാപിച്ച സഭ യാക്കോബായ സഭയായിരുന്നില്ല, ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയായിരുന്നു. ഈ കത്തോലിക്ക സഭയിൽ നിന്നും തോമാസ് ലീഹ സ്ഥാപിച്ച ഈ സഭയിൽ നിന്നും 16-ാം നൂറ്റാണ്ടിൽ 1653 ശേഷം 1665 അന്ത്യോക്യായിൽ നിന്നും മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാൻ ഭാരതത്തിൽ വന്ന് മാർത്തോമ ഒന്നാമനെ ചേർത്ത് നിർത്തുകയും
അങ്ങനെ പുത്തൻകൂർ സമൂഹമായി വേർപിരിയുകയും ചെയ്ത സഭയാണ് പിന്നീട് യാക്കോബായ സഭ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ 1665 മുൻപ് കേരളത്തിൽ, ഭാരതത്തിൽ യാക്കോബായ സഭയെന്നോ യാക്കോബായ വിശ്വാസമോ അന്ത്യോക്യൻ ആരാധനാക്രമമോ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, 16-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സഭ ഒരു വിധത്തിലും യാക്കോബായ സഭയായിരുന്നില്ല. യാക്കോബായ സഭയുമായി യാതൊരു ബന്ധവും അതിനുണ്ടായിരുന്നില്ല. ഇവിടുത്തെ സഭ ഒരിക്കലും കൽക്കദോനിയ സുനോദോസിന് എതിരായിരുന്നില്ല. ഇവിടുത്തെ സഭ കൽക്കദോനിയ സുനോദോസ് പുറത്താക്കിയ ഏകസ്വഭാവവാദത്തെ ഒരിക്കലും അംഗീകരിച്ചിരുന്നുമില്ല. മറ്റൊന്നുള്ളത്, ഇവിടുത്തെ സഭ ഓർത്തഡോക്സ് സഭയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ, ഭാരതത്തിലെ സഭ ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് 1934 ശേഷമാണ്. പുത്തൻകൂർ സമുദായം യാക്കോബായ സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സഭയിൽ വിവിധ പിളർപ്പുകൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. 1912 യാക്കോബായ സഭ 2 സഭാവിഭാഗങ്ങളായിട്ട് വേർപിരിയുകയുണ്ടായി, മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും. 1934 മെത്രാൻ കക്ഷി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും അങ്ങനെ മെത്രാൻ കക്ഷി ആ സഭയ്ക്ക് ക്രമേണ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അറിയപ്പെടാനാണ്. 1934 വട്ടശ്ശേരിമാർ ദിവന്യാസ്യോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അതിനുശേഷമാണ് മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അറിയപ്പെടുക. അങ്ങനെ 1934 ശേഷം മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഓർത്തഡോക്സ് എന്ന ഈ പദപ്രയോഗം കേരളത്തിൽ, ഭാരതത്തിൽ 1934 മുൻപ് സഭാചരിത്രത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിരുന്നതായിട്ട്, അല്ലെങ്കിൽ ഭാരതസഭയെ ഓർത്തഡോക്സ് സഭയായിട്ട് ഒരു സഭാചരിത്ര രേഖകളിലും നാം കാണുന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെയുള്ള സഭ ഓർത്തഡോക്സ് സഭയായിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതേസമയം തന്നെ പൊതുവായ അർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ ഏകമായിരുന്നു, വിശുദ്ധമായിരുന്നു, കാതോലികമായിരുന്നു, ശ്ലൈഹികമായിരുന്നു. ആ സഭ കത്തോലിക്ക സഭയായിരുന്നു. അതേസമയം തന്നെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന ഓർത്തഡോക്സ് സഭയുമായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ ഏകവും വിശുദ്ധവും കാതോലികവുമായ ശ്ലൈഹിക സഭയായിരുന്നു, അപ്പസ്തോലിക സഭയായിരുന്നു. ആ സഭയെ പൊതുവായി കാതലിക് ചർച്ച്, കത്തോലിക്ക സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചുരുക്കത്തിൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ റോമിലെ സഭ പോലെ, അലക്സാണ്ട്രിയയിലെ അന്ത്യോക്യയിലെയും പേർഷ്യയിലെ സഭ പോലെ ഏകമായിരുന്നു, വിശുദ്ധമായിരുന്നു, കാതോലികമായിരുന്നു, ശ്ലൈഹികമായിരുന്നു. ഈ സഭ കത്തോലിക്ക സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യാക്കോബായ ഓർത്തഡോക്സ് എന്ന പദപ്രയോഗം ഭാരത സഭാചരിത്രത്തിൽ ഒരിടത്തും ഈ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിരുന്നില്ല. ഇവിടെ ആരും അറിഞ്ഞിരുന്നുമില്ല. തോമാസ് ശ്ലീഹ ഇവിടെ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം ഭാരതത്തിൽ വളർന്നു വന്ന സഭ, അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ഭാരതത്തിൽ വളർന്നു വന്ന സഭ ഒരു അപ്പസ്തോലിക സഭയായി വളർന്നു വന്നു. ഈ സഭയ്ക്ക് പേർഷ്യയിലെ സഭയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്. പേർഷ്യൻ സഭാ നേതാക്കന്മാരുടെ എഴുത്തുകളിൽ ഈ സഭയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഈ അപ്പസ്തോലിക സഭ പേർഷ്യൻ സഭയുടെയോ മറ്റേതെങ്കിലും സഭയുടെയോ ഭാഗമായിരുന്നില്ല. ഈ സഭയെപ്പറ്റി മറ്റുള്ള തികച്ചും അജ്ഞരായിരുന്നു, നാം ഒറ്റപ്പെട്ടവരായിരുന്നു എന്ന് കരുതുന്നതും ശരിയല്ല. കാരണം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം 407 കാലം ചെയ്യപ്പെട്ട അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്: റോമാ സിംഹാസനത്തിൽ വാണരുളുന്നവൻ വിദൂരസ്ഥമായ ഇന്ത്യയിലുള്ളവൻ തൻ്റെ അവയവമാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് പറയണമെങ്കിൽ ഈ സഭ തീർച്ചയായും അറിയപ്പെട്ട സഭ തന്നെയായിരുന്നു. 7-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ ചരിത്രം അവ്യക്തമാണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ചരിത്രരേഖകളുടെ അഭാവം വ്യക്തമായ ചരിത്രരചനയ്ക്ക് തടസ്സം നിൽക്കുന്നു. പോർട്ടുഗീസുകാർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആരാധനാക്രമങ്ങളെല്ലാം പേർഷ്യയിലെ പൗരസ്ത്യ സുറിയാനി സഭയുടെ, കൽദായ സഭയുടെ ക്രമങ്ങളായിരുന്നു. ഇപ്പോൾ യാക്കോബായക്കാർ ഉപയോഗിക്കുന്ന അന്ത്യോക്യൻ ക്രമമല്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാർ പേർഷ്യൻ സഭയിലെ മെത്രാന്മാരായിരുന്നു. പൗരസ്ത്യ സുറിയാനി ഭാഷയിൽ ആരാധന അർപ്പിച്ചിരുന്ന മെത്രാന്മാരായിരുന്നു ഇവിടുത്തെ ആരാധനാക്രമങ്ങൾ. എന്നാൽ തോമാസ് ശ്ലീഹ മുതൽ പോർട്ടുഗീസുകാരുടെ കാലം വരെ ഇവിടെ നാട്ടുമെത്രാന്മാരുണ്ടായിട്ടില്ല എന്ന് പറയുവാനും നമുക്ക് സാധിക്കുകയില്ല. കാലാകാലങ്ങളിൽ 7-ാം നൂറ്റാണ്ടിന് ശേഷം പേർഷ്യൻ സഭയിൽ നിന്നും ഇവിടുന്ന് മെത്രാന്മാർ ഇവിടെ വരികയും ഈ സഭയുടെ മേൽ ഭരണം നടത്തുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു.
ചുരുക്കത്തിൽ ഭാരതത്തിൽ 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭ റോമൻ സഭയെപ്പോലെയും അന്ത്യോക്യൻ സഭയെപ്പോലെയും പേർഷ്യൻ സഭയെപ്പോലെയും ഒരു സഭയായിട്ട് ഇവിടെ വളർന്നു വന്നു. ഈ സഭ പേർഷ്യൻ സഭയുമായി സംസർഗത്തിലായിരുന്നു. പേർഷ്യയിലെ മെത്രാന്മാർ ഇവിടെ വന്ന് ഭരിക്കുകയുണ്ടായി. പേർഷ്യൻ സഭയെ യാക്കോബക്കാരും മറ്റുള്ളവരും തെറ്റിദ്ധരിച്ച് നെസ്തോറിയൻ സഭയെന്ന് വിളിച്ചിരുന്നു. എന്നാൽ പേർഷ്യൻ സഭയിൽ നെസ്തോറിയൻ ഭാഷണത ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടിരുന്ന മലങ്കര സഭ നെസ്തോറിയൻ ആണെന്ന് പോർട്ടുഗീസ് മിഷണറിമാർ പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. 1599 ഉദയംപേരൂർ സൂനോദോസിലൂടെ മലങ്കര നസ്രാണികളെ നെസ്തോറിയൻ ഭാഷണത്തിൽ നിന്ന് വിമുക്തരാക്കി എന്നാണ് പാശ്ചാത്യർ മിഷണറിമാർ പ്രചരിപ്പിച്ചിരുന്നത്. ഈ നുണപ്രചാരണം പാശ്ചാത്യ സർക്കിളുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1500 ശേഷം പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ കടന്നു വന്ന് ഈ സഭയുടെ മേൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ മലങ്കര സഭയിൽ ഭരിച്ചുകൊണ്ടിരുന്നത് 3 കൽദായ സുറിയാനി കത്തോലിക്ക മെത്രാന്മാർ ആയിരുന്നു എന്ന് നമുക്കറിയാം. മാർ യാക്കോബ്, മാർ യൗസേപ്പ്, മാർ അബ്രഹാം എന്നീ പേർഷ്യൻ കൽദായ മെത്രാന്മാർ കത്തോലിക്കരായിരുന്നു. മാർ യാക്കോബിനെ പറ്റി വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വളരെ പ്രകീർത്തിച്ച് പാശ്ചാത്യ ലോകത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. മാർ യൗസേപ്പ് പേർഷ്യൻ കൽദായ കത്തോലിക്ക സഭയിലെ മെത്രാനായിരുന്ന ജോൺ സൂലാക്കായുടെ സഹോദരനായിരുന്നു. മാർ അബ്രഹാമിൻ്റെ കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അസന്നിഗ്ധമായ തെളിവുകളുമുണ്ട്. തങ്ങളുടെ വിശ്വാസം തന്നെയാണ് പോർട്ടുഗീസുകാരുടെയും എന്ന് മനസ്സിലാക്കിയാണ് മലങ്കര നസ്രാണികൾ പോർട്ടുഗീസുകാരെ തങ്ങളുടെ പള്ളികളിൽ കയറ്റിയതും അവരുമായി കൂദാശപരമായി സംസർഗം പുലർത്തിയതും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന സംഗതി മലങ്കര സഭ പോർട്ടുഗീസുകാരുടെ ആഗമന കാലത്ത് കത്തോലിക്ക സഭയായിരുന്നു എന്നത്രേ, കത്തോലിക്ക സഭയുമായി സംസർഗത്തിലായിരുന്നു എന്നത്രേ. റോമിലെ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന അതേ സത്യവിശ്വാസം തന്നെയാണ് മലങ്കരയിലും പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മിഷണറിമാർ ഇവിടുത്തെ സഭയെ അംഗീകരിക്കുകയും ഇവിടുത്തെ സഭ മിഷണറിമാരെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോർട്ടുഗീസുകാർ ഇവിടുത്തെ സഭയെ തെറ്റായി മനസ്സിലാക്കിയുണ്ടായി. ലത്തീൻ ആരാധനാ രീതികളും ലത്തീൻ ദൈവശാസ്ത്രവും ലത്തീൻ ആധ്യാത്മികതയും അത് പിന്തുടർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ കത്തോലിക്കരാകൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ സഭയെ ലത്തീൻ സഭയുടെ ഭാഗമാക്കാനും റോമൻ കത്തോലിക്ക സഭയുടെ കാനോനിക നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അവർ ശ്രമിച്ചത്. 1599 നടന്ന ഉദയംപേരൂർ സൂനോദോസ് അത് ട്രെൻറ്റ് കൗൺസിലിൻ്റെ രീതിയിലാണ് അവർ വിളിച്ചു കൂട്ടിയതും അതിൻ്റെ ഡിക്രികൾ രൂപപ്പെടുത്തിയതും. ഉദയംപേരൂർ സിനഡുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചാൽ അന്നത്തെ മലങ്കര നസ്രാണികളുടെ സഭ കത്തോലിക്ക സഭയായിരുന്നു എന്ന് വ്യക്തമാണ്. എല്ലാ പള്ളികളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ക്ഷണിക്കുന്നത് മുതൽ അവിടെ നടന്ന സംഗതികളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ സിനഡിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ കൽദായ സുറിയാനി സഭയിലെ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളാണ്. അവിടെ പരാമർശിച്ചിരിക്കുന്ന കുർബാന കൽദായ സുറിയാനി കുർബാനയാണ്, അന്ത്യോക്യൻ കുർബാനയല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി ഭാഷയാണ്. യാക്കോബായക്കാരും മറ്റും ഉപയോഗിക്കുന്ന പാശ്ചാത്യ സുറിയാനി ഭാഷയല്ല. യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട യാതൊന്നിനെക്കുറിച്ചും ഉദയംപേരൂർ സിനഡിൽ പരാമർശിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാ തെളിവുകളോടും കൂടി പറയാവുന്നതാണ്. പോർട്ടുഗീസുകാർ ഇവിടെ കടന്നു വരുമ്പോൾ 1500 ശേഷം ഇവിടെ ഭരിച്ചിരുന്ന 3 മെത്രാന്മാർ മാർ യാക്കോബ്, മാർ അബ്രഹാം, മാർ യൗസേപ്പ് ഇവർ 3 പേരും കത്തോലിക്ക മെത്രാന്മാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റോമൻ കത്തോലിക്ക സഭ ഈ സഭയുടെ മേൽ ഒരു കാനോനിക അധികാരം നേരിട്ട് പ്രയോഗിച്ചിരുന്നില്ല. ഇവിടുത്തെ സഭ റോമൻ കത്തോലിക്ക സഭയുടെ കാനോനിക നിയന്ത്രണത്തിലായിരുന്നില്ല എന്നുള്ള സത്യമാണ്. എന്നാൽ അതേസമയം തന്നെ മാർപ്പാപ്പയെക്കുറിച്ചും റോമൻ സഭയെക്കുറിച്ചും ഇവിടുത്തെ സഭയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. റോമിലെ സഭയുമായി വിശ്വാസകാര്യങ്ങളിൽ ഇവിടുത്തെ സഭയ്ക്ക് പൂർണ്ണ ഐക്യമുണ്ടെന്ന് ഇവിടുത്തെ സഭയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. റോമ മാർപ്പാപ്പായെ സാർവത്രിക സഭയുടെ തലവനായി ഇവിടുത്തെ സഭ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് റോമ മാർപ്പാപ്പ അയക്കുന്ന ഒരു മെത്രാനെ ഇവിടുത്തെ സഭ സ്വീകരിച്ചതും അംഗീകരിച്ചതും. റോമ മാർപ്പാപ്പ അയക്കുന്ന കത്തുകൾക്ക് ഇവിടുത്തെ സഭ പ്രാധാന്യം കൊടുത്തതും. ചുരുക്കത്തിൽ കാനൂനിക നിയമത്തിന് കീഴിലായിരുന്നില്ല എങ്കിൽ പോലും റോമൻ കത്തോലിക്ക സഭയുമായും മാർപ്പാപ്പായുമായും വിശ്വാസതലത്തിൽ
ആത്മീയ തലത്തിൽ പൂർണ്ണമായ ഒരൈക്യം ഇവിടുത്തെ സഭ സ്ഥാപിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ലോകത്തിൽ മറ്റൊരു സഭയുമായി ഇവിടുത്തെ സഭ അപ്രകാരം ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രതിസന്ധികളിലും റോമൻ സഭയുമായി ബന്ധപ്പെട്ട് മാത്രമേ എഴുത്തൂത്തുകൾ നടന്നിട്ടുള്ളൂ. റോമൻ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ സഭയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് റോമിൽ നിന്ന് അയക്കപ്പെടുന്ന ഒരു മെത്രാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഭ ആ മെത്രാനെ അംഗീകരിക്കണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ മെനേസിസ് എന്ന മെത്രാൻ കടന്നു വന്നപ്പോൾ ഈ സഭ അദ്ദേഹത്തെ സ്വീകരിച്ചതും അംഗീകരിച്ചതും. 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭ കത്തോലിക്ക സഭയായിരുന്നു എന്ന് പറയുമ്പോൾ വിശാല അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ റോമൻ സഭയുടെ ഭാഗമായിരുന്നു എന്നല്ല, റോമൻ സഭയുടെ കാനൂനിക നിയന്ത്രണത്തിലായിരുന്നു എന്നല്ല. റോമൻ സഭ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയായിരുന്ന പോലെ തന്നെ ഇവിടുത്തെ സഭയും ഏകവും വിശുദ്ധവും കാതോലികവുമായ സഭയായിരുന്നു. ഇവിടുത്തെ സഭ പേർഷ്യൻ സഭയുമായി സംസർഗത്തിലായിരുന്നു. ആ സഭയിലെ മെത്രാന്മാർ കത്തോലിക്ക മെത്രാന്മാരായിരുന്നു. ആ പേർഷ്യൻ സഭയിലെ കത്തോലിക്ക മെത്രാന്മാർ റോമൻ സഭയുമായി സംസർഗത്തിലുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പാശ്ചാത്യ മിഷണറിമാരെ കാണാനും 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള സഭാചരിത്രം വിലയിരുത്താനും. ഇവിടെ ഉണ്ടായിരുന്ന സഭ റോമിലെ കത്തോലിക്ക സഭയുമായി സംസർഗത്തിലായിരുന്നു, വിശ്വാസത്തിൽ സംസർഗത്തിലായിരുന്നു എന്നുള്ള രീതി നാം മനസ്സിലാക്കാൻ. ഉദയംപേരൂർ സൂനോദോസിന് മുൻപ് പോർട്ടുഗീസുകാർ ഇവിടെ വന്നതിന് ശേഷം ഈ സഭ പുലർത്തിയിട്ടുള്ള രീതികൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ബന്ധവുമില്ലാത്ത പോർട്ടുഗീസുകാരെ എന്തുകൊണ്ടാണ് നമ്മുടെ സഭ അംഗീകരിച്ചതും സ്വീകരിച്ചതും ദേവാലയത്തിൽ കയറ്റിയതും ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 1597 മെനേസിസ് മെത്രാപ്പോലിത്ത ഇവിടെ കടന്നു വന്ന് പേർഷ്യൻ സഭയിലെ 3 മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നവർ കാലം ചെയ്തു കഴിഞ്ഞ് 1597 ഇവിടെ പേർഷ്യൻ മെത്രാന്മാർ ഇല്ലാതിരുന്ന സമയത്ത് റോമിൽ നിന്നുമുള്ള ഗോവായിൽ നിന്നും കടന്നു വന്ന മെനേസിസ് എന്ന മെത്രാപ്പോലിത്ത ഇവിടെ ഈ സഭയിൽ എങ്ങനെയാണ് കാനോനിക് അധികാരം പ്രയോഗിച്ചത്? റോമിലെ സഭയുമായി യാതൊരു ബന്ധവും ഈ സഭയ്ക്കില്ലാതിരുന്നെങ്കിൽ എങ്ങനെയാണ് മെനേസിസ് മെത്രാന് ഒരു സൂനോദോസ് വിളിച്ചു കൂട്ടാൻ സാധിക്കുക? അതുമായി ബന്ധപ്പെട്ട കുറേ തെളിവുകളാണ് നമ്മൾ പങ്കുവയ്ക്കുക. ഒന്നാമതായി ദേവാലയ സന്ദർശനങ്ങൾ. ഉദയംപേരൂർ സൂനോദോസിന് മുൻപ് മെനേസിസ് മെത്രാപ്പൊലീത്ത ഒട്ടനേകം നസ്രാണി ദേവാലയങ്ങൾ സന്ദർശിച്ചു. പറവൂർ, ആലങ്ങാട്, ചൊവ്വര, കാഞ്ഞൂർ, പുറക്കാട്, കായംകുളം, കുണ്ടറ, കരുനാഗപ്പള്ളി, വെൺമണി, കൊച്ചി, മുളന്തുരുത്തി, ഉദയംപേരൂർ, തൃപ്പൂണിത്തറ ആദ്യമായ പള്ളികൾ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. പ്രസ്തുത ദേവാലയങ്ങളെല്ലാം പരസ്യമായി അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ഈ ദേവാലയങ്ങൾ അകത്തോലിക്ക പള്ളികളായിരുന്നെങ്കിൽ, ജനങ്ങൾ അകത്തോലിക്കലായിരുന്നെങ്കിൽ ഇപ്രകാരം അദ്ദേഹത്തിന് പരക്കെ സന്ദർശനം നടത്താനോ വിശുദ്ധ കുർബാന അർപ്പിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടുത്തെ സഭ റോമിലെ സഭയുമായി സംസർഗത്തിലായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായി മെനേസിസ് മെത്രാപ്പൊലീത്ത ഇവിടെ കടന്നു വന്ന് വൈദിക അഭിഷേകം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ വെച്ച് 5 ശമ്മാശന്മാർക്കും ഉദയംപേരൂർ വെച്ച് 38 ശമ്മാശന്മാർക്കും കടുത്തുരുത്തിയിൽ വെച്ച് കുറേ പേർക്കും പറവൂർ വെച്ച് 50 പേർക്കും സൂനോദോസിന് മുൻപ് മെനേസിസ് വൈദിക പട്ടം നൽകി. പ്രസ്തുത ശമ്മാശന്മാരും അവരുടെ കുടുംബങ്ങളും അകത്തോലിക്കലായിരുന്നെങ്കിൽ ഒരു കത്തോലിക്ക മെത്രാനിൽ നിന്ന് പട്ടം സ്വീകരിക്കാൻ അവർ ഒരിക്കലും സന്നദ്ധത പ്രകടിപ്പിക്കുമോ? അതുപോലെ അകത്തോലിക്ക ഇടവകയിലോ രൂപതയിലോ കയറി വൈദികരെ അഭിഷേകം ചെയ്യുവാൻ ഒരു കത്തോലിക്ക മെത്രാപ്പൊലീത്ത സന്നദ്ധനാകുമോ? ആകയാൽ പ്രസ്തുത ദേവാലയങ്ങൾ കത്തോലിക്ക ദേവാലയങ്ങളും വൈദികരും ജനങ്ങളും കത്തോലിക്കരുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. മൂന്നാമത് മഹറോൻ ഭീഷണി. മെനേസിസ് മെത്രാപ്പൊലീത്ത പള്ളികൾ സന്ദർശിച്ച അവസരം സുറിയാനി സഭാ ആചാരങ്ങളെയും മെത്രാന്മാരെയും പിതാക്കന്മാരെയും മോശമായി അധിക്ഷേപിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഇതിൽ ജനങ്ങൾക്കുപതിരാകുകയും അങ്ങനെ അദ്ദേഹത്തെ എതിർക്കുന്നവരെ മഹറോൻ ചൊല്ലുമെന്ന് മെനേസിസ് മെത്രാപ്പൊലീത്ത ഭീഷണിപ്പെടുത്തുകയുണ്ടായി. സഭയ്ക്ക് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. പ്രസ്തുത ജനങ്ങൾ കത്തോലിക്കർ അല്ലായിരുന്നെങ്കിൽ, മെനേസിസ് എന്ന മെത്രാപ്പൊലീത്ത അധികാരത്തിന് കീഴിലല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് മഹറോൻ ഭീഷണി
നടത്തുന്നതിന് സാധിക്കുക. നാലാമതായി മെനേഷ്യസ് മെത്രാപ്പൊലീത്തയുടെ സർക്കുലറാണ്. ഉദയംപേരൂർ വെച്ചൊരു സൂനകദോസ് സഭാ സിനഡ് വിളിച്ചു കൂട്ടാൻ പോകുന്നു എന്നറിയിച്ചുകൊണ്ട് 1599 മെയ് 14 ചേന്നമംഗലത്ത് നിന്ന് മെനേഷ്യസ് എല്ലാ പള്ളികളിലേക്കും കൽപ്പന അയച്ചു. ദിവ്യമായ അനുസരണത്തിൻ്റെ അവകാശത്തോടും ലംഘനത്തിൽ മഹ്റോൻ ശിക്ഷ വിധിച്ചുകൊണ്ടും നാം ആജ്ഞാപിക്കുന്നു, ഈ രൂപതയിലെ അർക്കദിയാക്കോനും സകല വൈദികരും നമ്മോടൊന്നിച്ച് രൂപതാ സംബന്ധമായ ഒരു സൂനോദോസ് കൂടുന്നതിനായി ഉദയംപേരൂർ നഗരത്തിൽ സന്നിഹിതരാകേണ്ടതാകുന്നു. അതേ തത്വത്തിലും അതേ ശിക്ഷയിലും നാം ആജ്ഞാപിക്കുന്നു. ഈ രൂപതയിലെ സകല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സകല ക്രിസ്ത്യാനികളും അവരിടയിൽ അത്യധികം ബഹുമാന്യരായ 4 പേരെ ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുത്ത് സൂനോദോസിന് അയക്കേണ്ടതാകുന്നു. ഈ കത്തിൽ മെനേസിസ് അകത്തോലിക്കരെ അല്ല, കത്തോലിക്കരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ദിവ്യമായ അനുസരണം അകത്തോലിക്കരോട് ഒരു കത്തോലിക്ക മെത്രാന് എങ്ങനെ ആവശ്യപ്പെടാൻ സാധിക്കും? കത്തോലിക്കരുടെ മഹ്റോനെ കത്തോലിക്കർ അല്ലാത്തവർ എന്തിന് ഭയപ്പെടണം? ഇവിടുത്തെ ജനങ്ങൾ കത്തോലിക്കർ ആയതിനാലത്രേ കത്തോലിക്ക മെത്രാൻ അവരെ ശ്രവിച്ചത്, അദ്ദേഹം അവരുടെ മേൽ അധികാരം പ്രയോഗിക്കാനും ശ്രമിച്ചത്. അഞ്ചാമതായിട്ട് ജനപ്രതിനിധികളുടെ ആഗമനം. മെനേഷ്യസ് മെത്രാപ്പൊലീത്ത റോമിലെ മാർപ്പാപ്പായുടെ പ്രത്യേക കൽപ്പനയനുസരിച്ചാണ് ഈ സൂനോദോസ് വിളിച്ചുവിട്ടതെന്ന് ജനങ്ങളെ അറിയിച്ചു. മെനേഷ്യസിൻ്റെ കൽപ്പന അനുസരിച്ച് വിവിധ ഇടവകളിൽ നിന്നുമുള്ള മലങ്കര നസ്രാണി പള്ളികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായി 153 പട്ടക്കാരും 660 ജനപ്രതിനിധികളും വ്യക്തിപരമായ സ്ഥാനം പരിഗണിച്ച് ക്ഷണിക്കപ്പെട്ടവരായി 11 പേരും, മൊത്തം 671 പേർ ഉദയംപേരൂർ സൂനോദോസിനെത്തി. ഈ സൂനോദോസ് ഒരാഴ്ചക്കാലം നീണ്ടുന്നു. മലങ്കര നസ്രാണികൾ കത്തോലിക്കർ അല്ലായിരുന്നെങ്കിൽ കത്തോലിക്ക മെത്രാപ്പൊലീത്തായുടെ കൽപ്പന കിട്ടിയ ഉടനെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കുവാൻ അവർ സന്നദ്ധത പ്രദർശിപ്പിക്കുമോ? 7 ദിവസം സിനഡിൽ സംബന്ധിക്കുമോ? ആകയാൽ അവരെല്ലാവരും കത്തോലിക്കർ ആയിരുന്നു എന്ന് സ്പഷ്ടമത്രേ. ആറാമതായി സൂനോദോസിൻ്റെ ഡിക്രി. സൂനോദോസിന് വിജയത്തിനായി ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന നടന്നു. എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്നും വൈദികർ 2 കുർബാന അർപ്പിക്കണമെന്നും ദിവസവും മാതാവിന് ലുത്തിനിയ ചൊല്ലണമെന്നും മെനേഷ്യസ് നിർദ്ദേശിച്ചു. അതുപോലെ സിനഡ് അവസാനിക്കാതെ ആരും ഉദയംപേരൂർ വിട്ടുപോകരുതെന്നും മറിച്ച് ചെയ്താൽ മഹ്റോനിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രഹസ്യ ചർച്ചകൾ നടത്തുന്നതും മഹ്റോൻ ശിക്ഷ കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിരോധിച്ചു. പ്രഥമ ദിവസം തന്നെയാണ് ഇപ്രകാരം പാസ്സാക്കപ്പെട്ടത്. അവിടെ കൂടിയിരുന്ന സുറിയാനിക്കാരായ വൈദികരും ജനങ്ങളുമെല്ലാം മെനേഷ്യസിനെ പോലെ കത്തോലിക്കരായിരുന്നു എന്നല്ല ഇത് തെളിയിക്കുന്നത്. കത്തോലിക്കരല്ലാത്തവരോട് കുർബാന അർപ്പിക്കണമെന്നും ലുത്തിനിയ ചൊല്ലണമെന്നും കുമ്പസാരിക്കണമെന്നും ഒരു കത്തോലിക്ക മെത്രാന് മഹ്റോൻ്റെ കീഴിൽ എങ്ങനെ സൂനോദോസ് ഡിക്രി മൂലം കൽപ്പിക്കാനാകും? ചുരുക്കത്തിൽ ഉദയംപേരൂർ സൂനോദോസുമായി ബന്ധപ്പെട്ട് 1597 ഗോവയിൽ നിന്ന് വന്ന മെനേഷ്യസ് മെത്രാപ്പൊലീത്ത ഈ സഭയുടെ മേൽ ഒരു കാനോനിക അധികാരം പ്രയോഗിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അധികാരം ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനം അദ്ദേഹം റോമാ മാർപ്പാപ്പായുടെ പ്രതിനിധിയാണെന്നും കത്തോലിക്ക സഭയുടെ അംഗമാണെന്നും ഞങ്ങളും കത്തോലിക്ക സഭയിൽ പെട്ടവരാണെന്നും അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞങ്ങളെന്നുമുള്ള ബോധ്യത്തിലാണ്. എന്നാൽ അതേസമയം തന്നെ ചില ഓർത്തഡോക്സ് എഴുത്തുകാർ പറയുന്നത് പോർട്ടുഗീസുകാർ അവരുടെ അധികാരം പ്രയോഗിച്ചുകൊണ്ടാണ്, സൈനിക ശക്തി കൊണ്ടാണ് സൂനോദോസ് നടത്തിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഉദയംപേരൂരും ചുറ്റുപാടും പോർട്ടുഗീസ് സൈന്യത്തിന് അധികാരവും ശക്തിയുമുള്ള പശ്ചാത്തലത്തിൽ കുറേ കാര്യങ്ങൾ പോർട്ടുഗീസ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിൽ നടത്തുവാൻ സാധിച്ചേക്കും. പക്ഷേ മെനേഷ്യസ് എന്ന മെത്രാപ്പൊലീത്ത ഈ രൂപതയിലുള്ള എല്ലാ പള്ളികളിലും സന്ദർശിക്കുകയും ഭൂരിഭാഗം പള്ളികൾ സന്ദർശിക്കുകയും പട്ടം കൊടുക്കുകയും എല്ലാ പള്ളികളിൽ നിന്നും പ്രതിനിധിയെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തത് സൈന്യത്തിൻ്റെ പേരിലാണെന്ന് പറയുന്നത് ബാലിശ്യമാണ് എന്ന് ഏവർക്കും മനസ്സിലാകും. 1599 നടന്ന ഉദയംപേരൂർ സൂനോദോസിന് ശേഷം 1600 മുതൽ 1653 വരെ 3 ലത്തീൻ കത്തോലിക്ക മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നു. ഉദയംപേരൂർ സൂനോദോസിന് ശേഷം മലങ്കര നസ്രാണികളെ ഭരിച്ചിരുന്നത് ലത്തീൻ മെത്രാന്മാരാണ്. അവർ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ നസ്രാണികളെല്ലാം പോർട്ടുഗീസ് ഭദ്രവാദോ ഭരണത്തിലൂടെ നേരിട്ട് മാർപ്പാപ്പായുടെ കാനോനിക ഭരണത്തിന് കീഴിലായി.
ഈ സംവിധാനത്തിന് മുൻപ് അവർ കത്തോലിക്കർ ആയിരുന്നെങ്കിലും റോമൻ കത്തോലിക്കർ എന്ന ആ ഒരു കാനോനിക സംവിധാനത്തിന് കീഴിലായിരുന്നില്ല. അതായത് മാർപ്പാപ്പായുടെ നേരിട്ടുള്ള ഭരണ സംവിധാനത്തിന് കീഴിൽ അല്ലായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം, അതായത് സമസ്ത മലങ്കര മർത്തോമാ നസ്രാണികളും നേരിട്ട് മാർപ്പാപ്പായുടെ കാനൂനിക ഭരണത്തിന് കീഴിൽ 1600 മുതൽ 1653 വരെ കഴിഞ്ഞു. ഇതൊരു ചരിത്ര സത്യമാണ്. എന്നാൽ എക്യുമെനിക്കൽ മീറ്റിങ്ങുകളിലൊന്നും ഈ സത്യം ആരും തുറന്നു പറയുന്നില്ല. ഇപ്പോഴത്തെ ഓർത്തഡോക്സുകാർ, യാക്കോബക്കാർ, മർത്തോമക്കാർ, മധ്യകേരള CSIയിലെ മുഖ്യവിഭാഗം, സീറോ മലബാർ സഭ, തൃശ്ശൂർ ഉള്ള സുറിയാനി സഭ, മലങ്കര കത്തോലിക്കർ, തോഴിയൂർ സഭ എന്നീ സഭാവിഭാഗങ്ങളെല്ലാം ഏകസഭയായി ലത്തീൻ ഭരണത്തിന് കീഴിൽ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം കഴിഞ്ഞു. അക്കാലത്ത് മലങ്കര നസ്രാണികൾ കത്തോലിക്കർ മാത്രമല്ല, ലത്തീൻ ഭരണത്തിൽ ഭദ്രവായതയുടെ കീഴിൽ റോമൻ കത്തോലിക്കർ കൂടിയായി. ഫ്രാൻസിസ് റോസ്, സ്റ്റീഫൻ ബ്രിട്ടോ, ഫ്രാൻസിസ് ഗാർസിയ എന്നീ ലത്തീൻ ജെസ്യൂട്ട് മെത്രാന്മാരായിരുന്നു 1600 മുതൽ 1653 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്നത്. ഇക്കാലത്ത് മലങ്കര നസ്രാണികളെ ഭരിച്ച ഈ 3 മെത്രാന്മാർ കത്തോലിക്ക മെത്രാന്മാർ അല്ലായിരുന്നുവെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? പോർട്ടുഗീസുകാരുടെ വരവോടുകൂടി മലങ്കര സഭയ്ക്ക് സമ്പർക്ക തലത്തിൽ റോമാ സഭയോട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അവസരം വന്നു എന്നുള്ളതാണ് സത്യം. അതൊരു നേട്ടം തന്നെയാണ്. ഇവിടുത്തെ സഭ റോമൻ സഭയുമായി വിശ്വാസത്തിൽ സംസർഗത്തിലായിരുന്നെങ്കിലും ഒരു കാനോനിക സംസർഗത്തിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും 1600 ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഈ 16-ാം നൂറ്റാണ്ട് വരെയും 1653 വരെയും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റൊരു സഭയുമായി ബന്ധപ്പെട്ട് ഈ സഭയ്ക്കൊരു ബന്ധമുണ്ടായിരുന്നില്ല. റോമിലെ മെത്രാനുമായിട്ടല്ലാതെ മറ്റൊരു സഭാ തലവനുമായി ഈ സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ഈ സഭ അന്ത്യോക്യയിലെ യാക്കോബായ മെത്രാനുമായിട്ടോ, കോൺസ്റ്റാന്റിനോപ്പിളിലെ ഓർത്തഡോക്സ് മെത്രാനുമായിട്ടോ, റഷ്യയിലെ ഓർത്തഡോക്സ് മെത്രാനുമായിട്ടോ, അലക്സാണ്ട്രിയയിലെ ഓർത്തഡോക്സ് മെത്രാനുമായിട്ടോ ഒന്നും യാതൊരുവിധ എഴുത്തുകുത്തുകളോ യാതൊരുവിധ ബന്ധമോ ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് കത്തോലിക്ക സഭയുമായും പേർഷ്യയിലെ കത്തോലിക്ക സഭയുമായും റോമൻ സഭയുമായും മാത്രമായിരുന്നു. അടുത്തതായിട്ട് കൂനംകുരിശ് സത്യവുമായി ബന്ധപ്പെട്ട് കുറേ ചിന്തകളാണ്. കൂനംകുരിശ് സത്യത്തോടുകൂടി മലങ്കര നസ്രാണികൾ കത്തോലിക്കർ അല്ലാതായി തീർന്നില്ല. എന്നാൽ കൂനംകുരിശിന് ശേഷം 1665 അന്ത്യോക്യയിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് ഇവിടെ വന്നതോടുകൂടി ഒരു വിഭാഗം കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുകയും പുതിയ ബന്ധം സ്ഥാപിക്കുകയും പുതിയ കൂറായിട്ട് തിരിയുകയും പുതിയ ആരാധനക്രമം ക്രമേണ സ്വീകരിക്കുകയും ചെയ്തു. അവരെ പുത്തൻകൂറ്റുകാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അവർ കത്തോലിക്ക വിശ്വാസവും കത്തോലിക്ക സഭയുടെ സംസർഗവും അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽദായ സുറിയാനി ആരാധനക്രമവും അവരെ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. 1653 ഇവിടെ നടന്ന കൂനംകുരിശ് സത്യം അത് ഇവിടുത്തെ സഭ മുഴുവനായും മർത്തോമാ നസ്രാണികൾ അവരുടെ പ്രതിനിധികൾ ഒന്നുചേർന്ന് മുഴുവനായി നടത്തിയ ഒരു പ്രൊട്ടസ്റ്റായിരുന്നു, ഒരു പ്രതിഷേധമായിരുന്നു. തങ്ങളുടെ സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആധ്യാത്മികതയും എല്ലാം നശിപ്പിച്ച് തങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന പേർഷ്യൻ മെത്രാന്മാരെ ഇവിടേക്ക് വരാൻ അനുവദിക്കാതിരുന്ന ജെസ്യൂട്ട് മിഷണറിമാരുടെ നേതൃത്വത്തിനെതിരെയുള്ള അവരുടെ ശക്തമായ പ്രതിഷേധമാണ് കൂനംകുരിശ് സത്യത്തിലൂടെ വെളിവാക്കപ്പെട്ടത്. അതൊരിക്കലും കത്തോലിക്ക സഭയ്ക്ക് എതിരായിരുന്നില്ല, റോമായിലെ മാർപ്പാപ്പായ്ക്കെതിരായിരുന്നില്ല, പിന്നെയോ ജെസ്യൂട്ട് മിഷണറിമാർക്കെതിരായിരുന്നു. 1600 മുതൽ മലങ്കര സഭാഭരണം കൈയടക്കിയ ജെസ്യൂട്ട് മിഷണറിമാർക്കെതിരെയായിരുന്നു കൂനംകുരിശ് സത്യം. അതിനുശേഷമുള്ള എല്ലാ രേഖകളും അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ കൂനംകുരിശ് സത്യം മാർപ്പാപ്പായ്ക്ക് എതിരായിട്ടായിരുന്നുവെന്ന് ഇവിടുത്തെ യാക്കോബായ സഭകളും ഓർത്തഡോക്സ് സഭയും മർത്തോമാ സഭയുമൊക്കെ ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നു. അത് ഒരുപക്ഷെ അവരുടെ സഭാചരിത്രം കൂടുതൽ അംഗീകരിക്കപ്പെടാൻ അവർ പറയുന്ന ഒരു നീക്കുപോക്ക് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിന് ചരിത്രരേഖകളുടെ ഒരു പിൻബലവുമില്ല. കൂനംകുരിശ് സത്യം
ജസ്യൂട്ട് മിഷണറിമാർക്കെതിരായിരുന്നു. മാർപ്പാപ്പായുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ലായിരുന്നു. കൂനംകുരിശത്തിന് ശേഷവും ഇവിടുത്തെ സഭ കത്തോലിക്ക സഭയുമായും മാർപ്പാപ്പായുമായും ബന്ധത്തിലായിരുന്നു എന്നതും സത്യമാണ്. അതിനുള്ള തെളിവുകൾ നമുക്ക് സഭാ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഗീവർഗീസ് ആർച്ച് ഡീക്കൻ്റെ കത്തുകൾ. ലത്തീൻ റീത്തുകാരായ ജസ്യൂട്ട് മെത്രാന്മാരുടെ ഭരണത്തിൽ നിന്ന് ഒഴിയുക, സുറിയാനി മെത്രാന്മാരെ സഭാധ്യക്ഷന്മാരെ ലഭിക്കുക എന്നതായിരുന്നു ഉദയംപേരൂർ സിനഡിന് ശേഷം മലങ്കര നസ്രാണികളുടെ ലക്ഷ്യം എന്ന് 1606-ലും 1608, 1624, 28, 1629, 1632 എന്നീ വർഷങ്ങളിൽ ഗീവർഗീസ് ആർച്ച് ഡീക്കൻ പോർച്ചുഗലിലേക്കും റോമായിലേക്കും അയച്ച കത്തുകൾ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസത്തോടും റോമാ സിംഹാസനത്തോടും അവർക്ക് യാതൊരു അകൽച്ചയും ഉണ്ടായിരുന്നില്ല, പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. ജസ്യൂട്ട് മെത്രാന്മാരുടെ ഭരണത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു ഈ എല്ലാ അപേക്ഷയുടെയും അടിസ്ഥാനം. രണ്ടാമതായി, അഹത്തുള്ള മെത്രാൻ മാർപ്പാപ്പയുടെ കൽപ്പനപ്രകാരം വന്നയാളാണ് എന്ന് ചിന്തയിലാണ് അഹത്തുള്ള മെത്രാനെ സ്വീകരിക്കുവാൻ മലങ്കരക്കാർ മട്ടാഞ്ചേരിയിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം കത്തോലിക്കനായിരുന്നു. കത്തോലിക്കനായിട്ടാണ് പാരീസിൽ വെച്ച് അഹത്തുള്ള മെത്രാൻ മരിച്ചതും. എന്നാൽ മാർപ്പാപ്പായിൽ നിന്നോ പാത്രികീസിൽ നിന്നോ ഉള്ള ശരിയായ നിയമനപത്രം കാണിക്കാൻ അഹത്തുള്ളയ്ക്ക് കഴിഞ്ഞില്ല. തന്നെയുമല്ല, അഹത്തുള്ളയെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അയച്ചിട്ടില്ല എന്ന് 7-ാം അലക്സാണ്ടർ മാർപ്പാപ്പ ഒരു കത്തിലൂടെ കേരള ക്രൈസ്തവർക്ക് എഴുതുകയുണ്ടായി. നിയമവിരുദ്ധമായ പ്രവേശനം വഴി അദ്ദേഹം ശീഷ്മക്കാരനായെങ്കിലും വിശ്വാസ വിഷയത്തിൽ അദ്ദേഹം കത്തോലിക്കൻ തന്നെയായിരുന്നു. മാർപ്പാപ്പയുടെ കത്തിൽ അദ്ദേഹത്തെ പാഷണ്ടി അഥവാ അബദ്ധോപദേശകൻ എന്നല്ല, ശീഷ്മക്കാരൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. 1657 റോമിൽ നിന്ന് വന്ന കർമ്മലിത്ത സന്യാസിയായ സെബസ്ത്യാനി നടത്തിയ വിചാരണയിൽ സുറിയാനിക്കാരുടെ നടപടികളെ പറ്റി കൊച്ചി കത്തീഡ്രൽ ചാപ്ലിൻ ഡെവർ ഡോമിനൂസ് നൽകിയ വിവരണത്തിൽ ഇപ്രകാരം പറയുന്നു: പാത്രികീസിനെ വിട്ടുതരണമെന്ന് അവരെല്ലാവരും ആവശ്യപ്പെട്ടു. അദ്ദേഹം മാർപ്പാപ്പായുടെ കൽപ്പനപ്രകാരം വന്നതല്ലെന്ന് തെളിഞ്ഞാൽ കടലിൽ മുക്കിക്കൊല്ലുമെന്ന് വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കാനും അവർ മടിച്ചില്ല. അപ്പോൾ അഹത്തുള്ള മെത്രാനെ സ്വീകരിക്കാൻ ജനം ഒന്നിച്ച് മട്ടാഞ്ചേരിയിൽ ഒന്നിച്ചു കൂടിയതെല്ലാം അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മെത്രാനായിട്ട് ഇവിടെ വന്നു എന്നുള്ള പേരിലാണ്. പോർട്ടുഗീസ് കപ്പിത്താൻ്റെ പേർക്ക് അയച്ച കത്ത്. അഹത്തുള്ളയെ പോർട്ടുഗീസുകാർ കടലിൽ മുക്കിക്കൊന്നു എന്ന കിംവദന്തി വരുന്നപ്പോൾ അർക്കദിയാക്കോൻ പോർട്ടുഗീസ് കപ്പിത്താനൊരു കത്തെഴുതി, അഹത്തുള്ളയെ തിരികെ കൊണ്ടുവരണം, എന്നാൽ അതിന് സാധ്യമല്ലെങ്കിൽ ജസ്യൂട്ടരൊഴികെ, ഈശോസഭ വൈദികർ ഒഴികെ മറ്റാരെങ്കിലും മാർപ്പാപ്പായുടെ കൽപ്പനയിൽ വരാൻ ഇടപാട് ചെയ്യണം. പൗളീസ്ത്യരാൽ, അത് ജസ്യൂട്ടരാൽ കൊല്ലപ്പെടുക മൂലം പാത്രികീസിനെ ഹാജരാക്കാൻ സാധ്യമല്ലെങ്കിൽ മറ്റാരെങ്കിലും മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ഇവിടെ വരട്ടെ. സുറിയാനി ഭാഷാജ്ഞാനവും ജനങ്ങളെ പഠിപ്പിക്കാനും സഹായിക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം. എന്നാൽ ജസ്യൂട്ടർ വേണ്ട, അവരെ ഞങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ഞങ്ങളുടെയും പരിശുദ്ധ മാതാവായ റോമാസഭയുടെയും ശത്രുക്കളാകുന്നു. ഇവരൊഴികെ മറ്റാരെങ്കിലും വരട്ടെ, യാതൊരു ആശങ്കയും കൂടാതെ അവരനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ പോർട്ടുഗീസ് കപ്പിത്താന് ഇവിടുത്തെ അർക്കദിയാക്കോൻ അയച്ച കത്തിലാണ് ഇപ്രകാരം എഴുതിയിരിക്കുക. കൂനംകുരി സത്യം ചെയ്ത ഉടനെ ഇപ്രകാരം ഒരു കത്ത് മലങ്കര നസ്രാണികൾ കൊടുത്തയക്കണമെങ്കിൽ നിശ്ചയമായും മാർപ്പാപ്പായോടോ കത്തോലിക്ക സഭയോടോ യാതൊരു വിദ്വേഷവും അവർക്കില്ലായിരുന്നു. അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു കത്തയക്കുമായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഏക വിദ്വേഷം ജസ്യൂട്ട് മിഷണറിമാരോടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നാലാമതായിട്ട് ആലങ്ങാട്ടെ വിളംബരം. കൂനംകുരിശത്തിന് ശേഷം ആലങ്ങാട്ട് വെച്ച് നസ്രാണികൾ ഒരു യോഗം കൂടുകയുണ്ടായി. അവിടെ വെച്ച് പാസ്സാക്കിയ യോഗ നിശ്ചയത്തിൻ്റെ ഒരു ഭാഗം ഇപ്രകാരമാണ്: തോമാസ് ലീഹായുടെ കബറിടത്തിലേക്ക് പോയിരുന്ന നമ്മുടെ ആളുകൾ പാത്രികീസിനെ കണ്ട് ഒരെഴുത്തും അധികാരപത്രവും സ്വീകരിച്ച് നമ്മുടെ പക്കൽ കൊണ്ടുവരികയും അവയ്ക്കനുസരണം നാം ഭരിക്കപ്പെടുകയും ചെയ്യുന്നതിനാലും മാർപ്പാപ്പായുടെയും വിശുദ്ധ മാതാവായ റോമാസഭയുടെയും കൽപ്പനയാലേ വന്ന പാത്രികീസിൻ്റെ കൽപ്പനയും നിശ്ചയമനുസരിച്ച് നാം ഒരു മെത്രാപ്പൊലിത്തായെ അവരോധിച്ചിരിക്കുന്നതിനാലും നമുക്ക് ഈ മെത്രാപ്പൊലിത്തയുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യാം. ആകയാൽ ഇവിടെ കൂടിയിരിക്കുന്ന നാം നിശ്ചയിക്കുന്നത് എന്തെന്നാൽ, അവർ ജസ്യൂട്ടർ മാർപ്പാപ്പായുടെയും വിശുദ്ധ മാതാവായ റോമാസഭയുടെയും ശത്രുക്കളായിരിക്കുന്നത് കൊണ്ട് പാത്രികീസിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ നാം അവരുടെ സ്നേഹത്തിൽ ഇരിക്കേണ്ടതില്ല. ആ സന്യാസമൂഹത്തിലെ മെത്രാപ്പൊലിത്തായുടെ കൽപ്പന നാം ശ്രദ്ധിക്കേണ്ടതുമില്ല. ഇങ്ങനെ ഒരു വിളംബരം ചെയ്തവർ
റോമാ മാർപ്പാപ്പായ്ക്ക് എതിരായിട്ടാണ് സത്യം ചെയ്തതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പൗരസ്ത്യരായ പറങ്കികളോട് മാത്രമായിരുന്നു അവർക്ക് എതിർപ്പെന്ന് ഈ വിളംബരത്തിൽ വ്യക്തമാണ്. അഞ്ചാമതായിട്ട് കപ്പിത്താൻ്റെ കത്ത്. കുനിങ്കുരി സത്യത്തെപ്പറ്റി പോർട്ടീസ് കപ്പിത്താൻ ഗോവയിലെ വൈസ്രോയ്ക്ക് അയച്ച കത്തിൽ ഇപ്രകാരം പറയുന്നു: തങ്ങളുടെ അധ്യക്ഷനായി ഗാർസിയ മെത്രാപ്പൊലിത്തായെയോ ഈശോ സഭക്കാരിൽ ആരെയെങ്കിലുമോ സ്വീകരിക്കയില്ലെന്ന് അവർ സത്യം ചെയ്തു. 1659 ആർച്ച് ഡീക്കൻ പേർഷ്യയിലെ നിനിവയിലെ ഏലിയാസ് എന്ന കത്തോലിക്ക പാത്രക്കീസിന് ഒരു കത്തെഴുതുന്നുണ്ട്. തങ്ങളെ ഭരിക്കാൻ മെത്രാന്മാരെയും തങ്ങൾക്ക് ഉപയോഗിക്കാൻ ആരാധനാക്രമ പുസ്തകങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. അഹത്തുള്ളയെപ്പറ്റിയും ഇവിടെ നടന്ന സംഭവവികാസത്തെപ്പറ്റിയും അതിൽ വിവരിക്കുന്നു. ഈ പാത്രക്കീസ് തന്നെയാണ് അഹത്തുള്ളയെ അയച്ചതെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യമാണെന്നും ആർച്ച് ഡീക്കന് വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സൂചിപ്പിക്കുകയില്ലല്ലോ. നിനിവയിലെ ശ്രേഷ്ഠ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്കോസ് ഏലിയായിക്ക് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമാധാനം ദൈവമാതാവ് വാഴ്ത്തപ്പെട്ട കന്യമരത്തിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും കൃപയാൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് എഴുതിയിരിക്കുക. ഏഴാമതായി മത്തായി എന്ന മലങ്കര സഭയിലെ ഒരു വൈദികൻ്റെ സാക്ഷ്യമാണ്. സുറിയാനിക്കാർക്ക് ഭവിച്ച ഭവിതങ്ങൾ എന്ന പേരിൽ മത്തായി കശീശ ഒരു ചരിത്രം 18-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുണ്ട്. പോർട്ടീസ് മേധാവിത്വത്തിനെതിരായിട്ടാണ് കുനിങ്കുരി സത്യം നടന്നതെന്ന് പ്രസ്തുത കൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മുതൽ എന്നോളം ഞങ്ങൾ പറങ്കികളോട് യോജിക്കുന്നതല്ല, പോർട്ടീസുകാരോട് ഞങ്ങളുടെ സന്തതികൾ അവരുടെ സന്തതികളോടും യോജിക്കുന്നതല്ല. ഈ വാക്കുകൾ ഓലയിൽ എഴുതിയതാണ്. ഇനി പുനരൈക്യ ശ്രമങ്ങളിൽ എഴുതിയിരിക്കുന്ന കത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ 5-ാം മാർത്തോമ 1728 മുതൽ 1765 വരെ ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പായ്ക്ക് 1748 ആഗസ്റ്റ് 16 ഒരു കത്തയച്ചു. സഭൈക്യമായിരുന്നു വിഷയം. അന്നുവരെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങൾ അദ്ദേഹം ചുരുക്കി വിവരിക്കുന്നുണ്ട്. പോർട്ടീസുകാരും ഞങ്ങളും തമ്മിൽ ഐക്യവും യോജിപ്പും മേലിൽ ഒരിക്കലും ഉണ്ടാകുന്നതല്ലെന്ന് ഞങ്ങൾ സത്യം ചെയ്തു. അതിനുശേഷം 1653 ഞങ്ങൾ അർക്കദിയാക്കോനെ മെത്രാപ്പൊലിത്ത ആക്കുകയും റോമാ സിംഹാസനത്തിൽ ഭരിച്ചിരുന്ന അലക്സാണ്ടർ 7-ാമൻ മാർപ്പാപ്പായ്ക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് കത്തയക്കുകയും ചെയ്തു. കുനിങ്കുരി സത്യം പോർട്ടീസുകാർക്കും ജസ്യൂട്ട് മിഷണറിമാർക്കും എതിരായിരുന്നു എന്നത്രേ 5-ാം മാർത്തോമ പറയുന്നത്. 9-ാമതായിട്ട് 6-ാം മാർത്തോമയുടെ പുനരൈക്യ ശ്രമം. മലങ്കരയിലെ ഇരു വിഭാഗങ്ങളെയും യോജിപ്പിക്കുന്നതിന് 6-ാം മാർത്തോമ 1-ാം മാർ ദിവന്യാസിയോസ് പല ശ്രമങ്ങളും നടത്തി. കുനിങ്കുരി സത്യം പോർട്ടീസുകാർക്കും ജസ്യൂട്ടർക്കും എതിരായിരുന്നു എന്നത്രേ അദ്ദേഹം എഴുതിയ കത്തുകളിലെല്ലാം രേഖപ്പെടുത്തിയിരുന്നത്. കൊച്ചി വികാരി അപ്പസ്തോലിക്ക ഫ്രാൻസിസ് സാലസിന് 1775 അയച്ച കത്തിൽ നിന്ന് മലങ്കരയിലുള്ള നസ്രാണികൾ എല്ലാവരും മട്ടാഞ്ചേരിയിൽ കൂടി പൗളിസ്തരെ ജസ്യൂട്ടരെ കണ്ടനുസരിച്ച് അവരുടെ കീഴിൽ ഇരിക്കയില്ലെന്ന് സത്യം ചെയ്ത് ഉറപ്പിച്ചതിൻ്റെ ശേഷം എല്ലാവരും ആലങ്ങാട്ട് കൂടി. മാർപ്പാപ്പായുടെ നാമത്തിൽ ഒപ്പിട്ട് കണ്ട ഒരു കള്ള എഴുത്തിൻ്റെ ശക്തിയാൽ 12 പട്ടക്കാർ കൂടി അർക്കദിയാക്കോനെ മെത്രാനായി തിരഞ്ഞെടുത്ത് വാഴിച്ചു. രണ്ടാമതായിട്ട് 6-ാം പിയൂസ് മാർപ്പാപ്പായ്ക്ക് 1778 മാർച്ച് 12 നിർണം പള്ളിയിൽ നിന്നും അയച്ച കത്ത്. പോർട്ടുഗീസുകാർ തങ്ങളുടെ ജനങ്ങളുടെ നേർക്ക് അഴിച്ചുവിട്ട കൊടിയ മർദ്ദനങ്ങളും ഈശോ സഭാംഗമായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ഗാർസിയ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ച നിന്ദയും നിമിത്തം എല്ലാവരും ശക്തിമത്തായ എതിർപ്പോടുകൂടി 1653 കൊച്ചി രാജ്യത്തിലുള്ള മട്ടാഞ്ചേരി പള്ളിയിൽ സമ്മേളിച്ച് പോർട്ടുഗീസ് വർഗത്തോടുള്ള വിധേയത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് യോഗമായി ധീരതയോടെ സത്യം ചെയ്തു. ഇതുമാത്രമല്ല, പ്രസിദ്ധനായ ഇട്ടിത്തൊമൻ കത്തനാർ 7-ാം അലക്സാണ്ടർ മാർപ്പാപ്പായുടെ പിൻഗാമിയുടെ നാമത്തിൽ ഒരു വ്യാജ കത്തെഴുതി തോമ അർക്കദിയാക്കോനെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്താൻ 12 പുരോഹിതരെ മാർപ്പാപ്പ അനുവദിക്കുന്നു എന്നായിരുന്നു കത്തിൻ്റെ ചുരുക്കം. മൂന്നാമതായിട്ട് 6-ാം മാർത്തോമ ദിവന്യാസ്യോസ് ഒന്നാമൻ 1799 ജൂൺ 11 ആലപ്പുഴ മാർ സ്ലീബ പള്ളിയിൽ വെച്ച് തത്തമ്പള്ളിയിൽ വെച്ച് തൻ്റെ സഭ ഐക്യ അവസരത്തിൽ എഴുതി വെച്ച പടിയോലയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മലങ്കര ഇടവക്കാർ എല്ലാവരും മട്ടാഞ്ചേരി പള്ളിയിൽ കൂടി സാമ്പാളൂർക്കാരെ പോർട്ടുഗീസുകാരെ ജാതീയ യജമാനന്മാരായി കൈക്കൊള്ളുകയില്ലെന്ന് സത്യം ചെയ്തു. ഈ രേഖകളെല്ലാം സൂചിപ്പിക്കുന്നത് കുനിങ്കുരി സത്യം പോർട്ടുഗീസ് മേധാവിത്വത്തിന് എതിരായിരുന്നു, ഒരിക്കലും കത്തോലിക്ക സഭയ്ക്കെതിരെയോ മാർപ്പാപ്പയ്ക്കെതിരെയോ ആയിരുന്നില്ല. 10-ാമതായിട്ട് 8-ാം മാർത്തോമയുടെ കത്ത്.
മലങ്കര സഭയെ സംബന്ധിച്ച് 1812 മദ്രാസ് ഗവൺമെൻറ് അധികാരികൾ 8-ാം മാർത്തോമായോട് ഏതാനും കാര്യങ്ങൾ എഴുതി ചോദിക്കുകയുണ്ടായി. 8-ാം മാർത്തോമ ഉടനെ അവയ്ക്ക് മറുപടി നൽകി. അതിൽ 4-ാം ചോദ്യത്തിന് മറുപടി ഇപ്രകാരമാണ്: അർക്കദിയാക്കോനും പള്ളിക്കാരും കൂടെ മട്ടാഞ്ചേരി പള്ളിയിൽ കൂടി ഇനിമേൽ സന്ധ്യതകൾ ഉള്ളിടത്തോളം കാലം വരെ പറങ്കികളെ പോർട്ടുഗീസുകാരെ അനുസരിക്കില്ലെന്ന് സ്ലീബ പിടിച്ച് സത്യം ചെയ്തു. കുഞ്ഞൻകുരി സത്യം പറങ്കികൾക്കെതിരെയായിരുന്നു എന്നാണല്ലോ ഈ രേഖയും തെളിയിക്കുന്നത്. 11-ാമത് മുളന്തുരുത്തി സുനോദോസിൻ്റെ പടിയോല 1876 ഒരു രേഖയാണ്. അതിൽ ഇപ്രകാരം കാണുന്നു: ഞങ്ങൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ കൂട്ടം കൂടി മേലാൽ പറങ്കികളുമായി യാതൊരു സംബന്ധവും ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്ത് പിരിയുകയും ചെയ്തു. പോർട്ടുഗീസുകാർക്കെതിരെ മാത്രമായിരുന്നു കോനംകുരി സത്യം എന്നല്ലയോ ഈ രേഖയും തെളിയിക്കുന്നത്. ഇത് യാക്കോബായ സഭയുടെ മുളന്തുരുത്തി സൂനോദോസിൽ എഴുതിയിരിക്കുന്ന രേഖയിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ തെളിവുകളെല്ലാം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച മലങ്കര സഭ ഏകവും വിശുദ്ധവും കാതോലികവുമായ സഭയായിരുന്നു. 1498 കേരളത്തിലെത്തിയ പോർട്ടുഗീസുകാർ മാർത്തോമാ ക്രിസ്ത്യാനികളുമായി അടുത്ത് ഇടപെടുകയും ചെയ്തു. കുദാശകളിൽ അവരെ സംബന്ധിച്ചു. വിശ്വാസപരമായ കാര്യങ്ങൾ ഇരുകൂട്ടരും ഒരന്തരവും കാട്ടിയില്ല. ഇന്ത്യയിൽ വന്നിട്ട് ആദ്യത്തെ 50 കൊല്ലത്തേക്ക് പോർട്ടുഗീസുകാർ നാട്ടുകാരായ ക്രിസ്ത്യാനികളുടെ സത്യവിശ്വാസം സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നതായി അവർ രേഖപ്പെടുത്തിയിട്ടുമില്ല, തെളിവുകളുമില്ല. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സത്യവിശ്വാസത്തെ സംശയിച്ചുകൊണ്ടുള്ള ഒരൊറ്റ പ്രസ്താവന പോലും ഫ്രാൻസിസ് സേവ്യർ ആകട്ടെ ആദ്യകാല രേഖകളാകട്ടെ നൽകിയിട്ടില്ല. വിശ്വാസത്തിലും ഭക്തിയിലും സഭാജീവിതത്തിലും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു സഭയാണ് മിഷണറിമാർ ഇവിടെ ഭാരതത്തിൽ ദർശിച്ചത്. പോർട്ടുഗീസ് മിഷണറിമാർ സെമിനാരി സ്ഥാപിച്ചതും പോർട്ടുഗീസുകാരുടെ കീഴിൽ വൈദിക പരിശീലനത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികൾ വിദ്യാർത്ഥികളെ അയച്ചതും തങ്ങൾ ഒരേ വിശ്വാസത്തിലും ഐക്യത്തിലും കഴിയുന്നവരാണ് എന്നുള്ള ആഴമായ ബോധ്യത്തിൽ നിന്നുമാണ്. കാലക്രമത്തിൽ ഇവിടുത്തെ സഭയെ ലത്തീൻ ആരാധനാക്രമത്തിന് കീഴിൽ കൊണ്ടുവരുവാനും ഇവിടുത്തെ സഭയെ റോമൻ കാനൂനിക നിയമത്തിനുള്ളിൽ കൊണ്ടുവരാനും ശ്രമം നടത്തിയപ്പോഴാണ് പോർട്ടുഗീസുകാർ ഇവിടെ നെസ്തോറിനിസം കണ്ടെത്തിയത്. എന്നാൽ പോർട്ടുഗീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ചില പ്രസ്താവനകൾ തന്നെ നെസ്തോറിനിസത്തെ, ആ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. എങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പോർട്ടുഗീസ് ആധിപത്യം വരെ നസ്രാണി സമുദായം ലത്തീൻ ആയിരുന്നില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ലത്തീൻ സഭയുടെ ഭാഗമായിരുന്നില്ല ഇവിടുത്തെ സഭ. ഇപ്പോഴും ഭാരതത്തിലുണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾ ലത്തീൻ റീത്തിൽ പെട്ടവരല്ല. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 1599 ഉദയംപേരൂർ സുനോദിന് ശേഷം റോമൻ കത്തോലിക്ക സഭ ഭാരത സഭയുടെ മേൽ കാനോനിക അധികാരം പ്രയോഗിക്കുന്നതുവരെ ഇവിടുത്തെ സഭ ഒരിക്കലും റോമൻ സഭയുടെ ലത്തീൻ സഭയുടെ ഭാഗമായിരുന്നില്ല എന്നത് ചരിത്ര സത്യമാണ്. ഇന്ത്യയിലെ പൗരസ്ത്യ കത്തോലിക്കരെ ലത്തീൻ റീത്തിൽ ലയിപ്പിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ കാനോനിക നിയന്ത്രണത്തിൽ കീഴിലാക്കാൻ മിഷണറിമാർ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കോനംകുരി സത്യം നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ പാശ്ചാത്യർ വരുന്നതുവരെ 1500 വരെ ഇവിടുത്തെ സഭയ്ക്ക് റോമാ സഭയുമായി സമ്പർക്കതലത്തിൽ വ്യാപകമായി ബന്ധമുണ്ടായിരുന്നില്ല. റോമിലെ സഭയും കോൺസ്റ്റാന്റിനോപ്പിളെ സഭയും അന്ത്യോക്യയിലെ സഭയും പോലെ ഭാരതത്തിലെ സഭയും സത്യവിശ്വാസത്തിൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ ഒരു കാനോനിക അധികാരത്തിന് കീഴിലായിരുന്നില്ല. എന്നാൽ പേർഷ്യയിൽ നിന്നും ഭാരതത്തിൽ കൊണ്ടുവന്നിരുന്ന പുസ്തകങ്ങളിൽ മാർപ്പാപ്പായ്ക്ക് സാർവത്രിക സഭയിലുള്ള പ്രത്യേക പദവി അംഗീകരിച്ചിരുന്നത് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. പാശ്ചാത്യ ലോകവുമായി ബന്ധമില്ലാതിരുന്നെങ്കിലും പേർഷ്യയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന ചില സഭാഗ്രന്ഥങ്ങളിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ സഭ ശ്ലൈഹികവും കാതോലികവുമായ സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. ഈ നൂറ്റാണ്ടിൽ പല പ്രാവശ്യം റോമാ മാർപ്പാപ്പമാർ ഈ സംഗതികൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ചുരുക്കത്തിൽ മലങ്കര നസ്രാണികളെ സംബന്ധിച്ച് തങ്ങളുടെ സഭ ക്രിസ്തുവിൻ്റെ സഭയായിരുന്നു. റോമാ സഭയെപ്പോലെയും മറ്റ് സഭകളെപ്പോലെയും തങ്ങളും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയാണ് അവർ കണക്കാക്കിയിരുന്നത്. നെസ്തോറിയൻ ഭാഷണ്ഡതയോ മറ്റ് ഭാഷണ്ഡതകളോ ഈ സഭയെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല
ഈ സഭ ഒരിക്കലും അതിനെ അംഗീകരിച്ചിരുന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ചിന്താഗതിയുള്ള മാറ്റം. പോർട്ടീസ് മിഷണറിമാർക്കും ഗാർസിയ ബിഷപ്പിനും എതിരെയാണ് സമൂഹം മുഴുവൻ കൂനം കുരിശ് സത്യം നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ചരിത്ര സത്യമാണ്. എന്നാൽ ഈ ചിന്താധാര എങ്ങനെ മാറിമറിഞ്ഞു, അത് മാർപ്പാപ്പായ്ക്ക് എതിരായിട്ടാണെന്നും കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ടാണെന്നും എങ്ങനെ ഈ ചിന്താധാര മാറിമറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാവുന്ന പോലെ 1663 ആലോചനക്കാരിൽ ഒരാളായ ചാണ്ടി കത്തനാർ മെത്രാനാകുമ്പോൾ ചാണ്ടി മെത്രാനെ അനുഗമിക്കുന്ന ഒരു വിഭാഗം ഒരു കത്തോലിക്ക സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, ആരാധനക്രമം കാത്തു സൂക്ഷിച്ചു, മാർപ്പാപ്പയുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു. അതിനവരെ പഴയ കുറ്റിക്കാരെന്നറിയപ്പെട്ടു. 1665 ശേഷം മർത്തോമ ഒന്നാമൻ അന്ത്യോക്യയുമായി ബന്ധപ്പെട്ട് അന്ത്യോക്യൻ യാക്കോബായ മെത്രാൻ മാർ ഗ്രിഗോറിയോസിനെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന മറ്റൊരു വിഭാഗം അവർ അന്ത്യോക്യൻ വിശ്വാസവും അന്ത്യോക്യൻ മെത്രാനെയും അന്ത്യോക്യൻ ആരാധനക്രമവും ക്രമേണ സ്വീകരിക്കുകയും പുതിയ ആരാധനയും പുതിയ വിശ്വാസവും സ്വീകരിച്ചതിൽ പുതിയ കൂറ്റുകാർ എന്നറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ നസ്രാണി സമൂഹം രണ്ടായി പിളർന്നു, പുതിയ കൂറും പഴയ കൂറും. രണ്ടായി പിളർന്ന ശേഷവും ഇരു വിഭാഗവും ബിഷപ്പ് റോസ് ലത്തീനീകരിച്ച കൽദായ ക്രമങ്ങളാണ് പൗരസ്ത്യ സുറിയാനി ഭാഷയിൽ ആരാധനയ്ക്ക് ദീർഘനാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കേണൽ മൺട്രോയുടെ കാലം വരെ 1818 വരെ ഇരുകൂട്ടരും പൊതുവായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പള്ളികളും നസ്രാണികൾക്കുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽദായ സുറിയാനി ഭാഷ, പൗരസ്ത്യ സുറിയാനി, അതുതന്നെയാണ് ഇരു വിഭാഗങ്ങളും തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1600 മുതൽ 1653 വരെ ലത്തീൻ മെത്രാന്മാരുടെ കീഴിൽ കഴിഞ്ഞ കാലത്ത് സഭയിൽ നടപ്പിലിരുന്ന പല അനുഷ്ഠാനങ്ങളും പുത്തൻകൂറ്റിൽ 1836 നടപ്പിലിരുന്നു എന്ന് രേഖകൾ തെളിയിക്കുന്നുണ്ട്. 1665 മുൻപ് മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാൻ ഇവിടെ വരുന്നതുവരെ അന്ത്യോക്യൻ യാക്കോബായ സഭയ്ക്കോ യാക്കോബായ പാത്രീസിനോ മലങ്കര സഭയിൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അവരുടെ പാശ്ചാത്യ സുറിയാനി ഭാഷ ഇവിടെ പ്രയോഗത്തിലും ഉണ്ടായിരുന്നില്ല. 1665 ഇവിടെ വന്ന ഗ്രിഗോറിയസ് എന്ന യാക്കോബായ മെത്രാനെ പറ്റിയും അദ്ദേഹം അർപ്പിച്ച കുർബാനയെപ്പറ്റിയും ജനങ്ങളുടെ പ്രതികരണത്തെപ്പറ്റിയും അന്ന് അമ്പഴക്കാട്ട് പാർത്തിരുന്ന ദേ അസ്വേദോ എന്ന ജെസ്യൂട്ട് വൈദികൻ, ബെരാദസ് എന്ന ജെസ്യൂട്ട് വൈദികൻ 1666 ജൂലൈ 28 അയച്ച കത്തിൽ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത് ഉചിതമാണ്. റോമിലെ ജെസ്യൂട്ട് ആർക്കൈവ്സിലാണ് ഇപ്പോൾ ഈ കത്തുള്ളത്. ആർച്ച് ഡീക്കൻ പറവൂരിലെ അനുഗാമികളെ വിളിച്ചുകൂട്ടി യോഗം നടത്തി. എന്നാൽ അന്ത്യോക്യ പാത്രീസിൻ്റെ കൽപ്പന അവിടെ വായിക്കപ്പെട്ടില്ല. ഇട്ടിത്വമിൻ കത്തനാർ സുറിയാനിയിൽ ഏതോ ഒരു എഴുത്ത് വായിച്ചു. അത് അയാൾ തന്നെ എഴുതിയതായിരുന്നു. എങ്കിലും ആർച്ച് ഡീക്കൻ്റെ ഭാഗത്ത് നിന്നവർക്ക് പെട്ടെന്ന് അതൃപ്തിയുണ്ടായി. മെത്രാൻ ചൊല്ലിയ കുർബാന രീതി കണ്ടപ്പോൾ എല്ലാവർക്കും ഇടർച്ചയുണ്ടായി. വിശേഷ വസ്ത്രങ്ങളൊന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുർബാനക്രമം തങ്ങളുടെ പട്ടക്കാരുടെയോ ജെസ്യൂട്ട് പാതിരിമാരുടെയോ കുർബാനക്രമങ്ങൾ പോലെ അല്ലായിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കുർബാന തീരുകയും ചെയ്തു. കുർബാന ചൊല്ലുന്നതിലുള്ള വ്യത്യാസം സംബന്ധിച്ച് ജനങ്ങളിടയിൽ സംസാരം വർദ്ധിച്ചു. തന്നിമിത്തം ഉണ്ടാകാവുന്ന ദുഷ്ഫലങ്ങൾ ഭയന്ന് ഇവിടെ പരിചിതമായ തിരുവസ്ത്രങ്ങളും ക്രമങ്ങളും ഉപയോഗിക്കാൻ മെത്രാനെ ആർച്ച് ഡീക്കൻ പ്രേരിപ്പിച്ചു. എന്നാൽ 1815, 1836 കാലയളവിൽ ഉണ്ടായ ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റൻ്റ് സ്വാധീനം തടയാൻ പുത്തൻകൂർ സമുദായം അന്ത്യോക്യ സഭയോട് കൂടുതൽ അടുത്തു തുടങ്ങി. 1665 മുതൽ അന്ന് വരെ അന്ത്യോക്യൻ യാക്കോബായ മെത്രാന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നെങ്കിലും അവരൊന്നും അധികാരം പ്രയോഗിക്കുന്നതിന് മുതിർന്നില്ല. ആംഗ്ലിക്കൻ സ്വാധീനം സംബന്ധിച്ച് സമുദായത്തിൽ വിഭിന്ന ചിന്താധാരകൾ വളർന്നു വന്നപ്പോൾ അവരെ നിയന്ത്രിക്കാൻ സഭാ നേതൃത്വം അന്ത്യോക്യൻ യാക്കോബായ സഭയോട് കൂടുതൽ അടുത്തു. 1825 ഇവിടെത്തിയ അത്തനാസ്യോസ് എന്ന യാക്കോബായ മെത്രാൻ ചേപ്പാട്ടുമാർ ദിവന്യാസ്യോസിനെതിരെ പ്രവർത്തിക്കുകയും ചേപ്പാട്ട് മെത്രാച്ചൻ പട്ടം കൊടുത്ത പലർക്കും വീണ്ടും പട്ടം കൊടുക്കുകയും ചെയ്തു. 1842 മാത്തൻ ശമാശൻ പശ്ചിമേഷ്യയിൽ പോയി പാത്രഗീസിൽ നിന്ന് നേരിട്ട് മെത്രാൻ പട്ടം സ്വീകരിച്ച് മാത്യൂസ് മാർ അത്തനാസ്യോസ് എന്ന് പേരെടുത്തപ്പോൾ അന്ത്യോക്യൻ മേധാവിത്വത്തിന് കൂടുതൽ അടിത്തറയിട്ടു. അന്നു മുതൽ അന്ത്യോക്യക്കാർ മലങ്കര സഭയിൽ പിടിമുറക്കാൻ തുടങ്ങി. പാത്രഗീസിന് വിധേയത്വം പ്രഖ്യാപിച്ചാണല്ലോ മാത്യൂസ് മാർ അത്തനാസ്യോസ് മർദീനിൽ വെച്ച് മെത്രാനായത്. അതിനു മുൻപ് ഒരു മലങ്കരക്കാരനും
അന്ത്യോക്യ പാത്രക്കേസിൽ നേരിട്ട് പട്ടമേറ്റിരുന്നില്ല. ചേപ്പാട്ടുമാർ ദിവന്യാസ്യോസിൻ്റെ കാലത്ത് 1846 പശ്ചിമേഷ്യയിൽ നിന്ന് വന്നൊരു കൂറിലോസ് മെത്രാൻ്റെ വരവോടുകൂടിയാണ് അന്ത്യോക്യൻ ആരാധനാക്രമങ്ങൾ പുത്തൻകൂർ സമുദായത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോഴും അതത്ര വ്യാപകമായിരുന്നില്ല. കൽദയ സുറിയാനിയും പാടെ മാറിയിരുന്നില്ല. ചേപ്പാട്ടുമാർ ദിവന്യാസ്യോസ് മാത്യൂസ് മാർ അത്തനാസിയോസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പശ്ചിമേഷ്യയിൽ നിന്ന് വന്ന മാർ കൂറിലോസിനെ സഭാഭരണം ഏൽപ്പിച്ചപ്പോൾ അന്ത്യോക്യൻ്റെ മേധാവിത്വം നടപ്പാക്കാൻ കൂടുതൽ അവസരമുണ്ടായി. 1876 മുളന്തുരുത്തി സൂനോദോസോടുകൂടി പത്രോസ് പാത്രിയർക്കീസ് കൽദായ ആരാധനാ രീതികൾ നിശേഷം മാറ്റി അന്ത്യോക്യൻ ക്രമം നടപ്പിലാക്കി. പുത്തൻകൂറ്റുകാരുടെ സഭയെ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാക്കാൻ കൽദായ സുറിയാനി ഭാഷ നീക്കിയിട്ട് പാശ്ചാത്യ സുറിയാനി ഭാഷ നടപ്പിലാക്കിയതും മുളന്തുരുത്തി സൂനോദോസിലാണ്. പോർട്ടുഗീസ് മിഷണറിമാരോടുള്ള പിണക്കം റോമാ മാർപ്പാപ്പായോടുള്ള എതിർപ്പായി മാറ്റിയെടുക്കാൻ അന്ത്യോക്യയിൽ നിന്ന് വന്ന മെത്രാന്മാർ പരമാവധി പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. അതുപോലെ തന്നെ പഴയകൂറ്റുകാരെ 1886 വരെ ഭരിച്ച മിഷണറിമാർ പുത്തൻകൂറ്റുകാരിൽ നിന്നും പഴയകൂറ്റുകാരെ കഴിയുന്നത്ര അകറ്റാനായിട്ട് പരിശ്രമിച്ചു. സമുദായം രണ്ടായി പിളർന്നപ്പോഴും ആളുകൾ തമ്മിൽ അകന്നിരുന്നില്ല. എന്നാൽ കാലക്രമത്തിൽ യാക്കോബായ സ്വാധീനം വർദ്ധിച്ച് പുത്തൻകൂറ്റുകാർ യാക്കോബായക്കാരായി തീർന്നപ്പോൾ പഴയകൂറ്റുകാരെ കഴിയുന്നതും യാക്കോബായക്കാരിൽ നിന്ന് അകറ്റാനായിട്ട് മിഷണറിമാർ ശ്രമിച്ചു. ഇങ്ങനെ ഇരുവിഭാഗത്തിലും അകൽച്ചയ്ക്കുള്ള ശക്തമായ പ്രേരണയുണ്ടായി. മാത്യൂസ് മാർ അത്തനാസിയോസിനെ എതിർത്ത പുലിക്കോട്ടിൽ മാർ ദിവന്യാസ്യോസും പശ്ചിമേഷ്യയിൽ പോയി പാത്രക്കീസിൽ നിന്ന് നേരിട്ട് പട്ടമേറ്റു. തുടർന്നുള്ള അധികാര വടംവലികൾക്കിടയിൽ പാത്രക്കീസ് മുളന്തുരുത്തി സൂനോദോസ് കൂടി ഇവിടെ അധികാരമുറപ്പിക്കുകയുണ്ടായി. നവീകരണ യാക്കോബായക്കാരുമായുള്ള നിയമയുദ്ധം ജയിക്കാൻ പുലിക്കോട്ടിൽ തിരുമേനി അന്ത്യോക്യയോട് കൂടുതൽ അടുത്തു. വട്ടശ്ശേരിൽ തിരുമേനിയും പശ്ചിമേഷ്യയിൽ പോയി മെത്രാനായിട്ട് വന്നു. ഇവിടെ യാതൊരു അധികാരവുമില്ലാതിരുന്ന പാത്രക്കീസിന് ആത്മീകവും ലൗകികവുമായ സമസ്ത അധികാരങ്ങളും ഉണ്ടെന്ന് ഉടമ്പടി പത്രിക എഴുതി കൊടുക്കാൻ വരെ പുത്തൻകൂറ്റുകാരിൽ ഒരു വിഭാഗം തയ്യാറായി. ബാവാ കക്ഷി അഥവാ കൂർലോസ് കക്ഷിയായി ആ വിഭാഗം മാറി. അതിന് വിസമ്മതിച്ച വട്ടശ്ശേരിൽമാർ ദിവന്യാസ്യോസ് തിരുമേനിയെ പാത്രക്കേസ് മുടക്കുകയുണ്ടായി എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. തുടർന്ന് മെത്രാൻ കക്ഷിയെന്നും ബാവാ കക്ഷിയെന്നും പുത്തൻകൂർ സമുദായം രണ്ടായി പിളർന്നു. ഈ പിളർപ്പിനിടയിലും നേട്ടമുണ്ടാക്കിയത് അന്ത്യോക്യൻ യാക്കോബായ പാത്രക്കീസാണ്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി പുത്തൻകൂർ സമുദായം യാക്കോബായ സഭയായി പൂർണ്ണമായി തീർന്നു. പിന്നെ വന്ന നേതൃത്വങ്ങളിൽ പലരും റോമാ വിരോധം ശക്തിയായി പുത്തൻകൂറ്റുകാരിൽ കുത്തിവെച്ച് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചു. കൂനിൻകുരി സത്യം റോമാ മാർപ്പാപ്പായ്ക്ക് എതിരാണെന്നുള്ള തെറ്റായ ചരിത്ര വ്യാഖ്യാനം അവർ ജനഹൃദയങ്ങളിൽ രൂഢമൂലമാക്കി. പുതിയ ചരിത്രം എഴുതി മാർപ്പാപ്പായ്ക്കെതിരെയായിരുന്നു കൂനിൻകുരി സത്യം എന്ന് തെറ്റായി അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ബെഥനിയുടെ മാർ ഇവാനിയോസ് പിതാവ് 1930 കത്തോലിക്ക സഭയുമായി സമ്പൂർണ്ണ കൂട്ടായ്മ പുനഃസ്ഥാപിച്ചപ്പോൾ റോമാ വിരോധം വർദ്ധമാനമായി. ഇവയൊക്കെ ചരിത്രം വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ പലർക്കും പ്രേരണ നൽകി. തൽഫലമായി ഇന്ന് നാം കാണുന്ന രീതിയിൽ കൂനൻകുരി സത്യം റോമാ മാർപ്പാപ്പായ്ക്കും കത്തോലിക്ക സഭയ്ക്കും എതിരായി അവതരിപ്പിക്കാൻ ഇപ്പോഴുള്ള പുത്തൻകൂർ സമുദായത്തിലെ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പൊതുവായി പറയാൻ ആഗ്രഹിച്ചത് 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ കത്തോലിക്ക സഭയായിരുന്നു. റോമാ സഭ പോലെ, അന്ത്യോക്യയിലെ സഭ പോലെ, അലക്സാണ്ട്രിയയിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും ജെറുസലേമിലെയും പേർഷ്യയിലെയും സഭ പോലെ ഭാരതസഭയും ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയായിരുന്നു. 16-ാം നൂറ്റാണ്ട് വരെ അത് കത്തോലിക്ക സഭ തന്നെയായിരുന്നു. കാതലിക് എന്ന ആ പൊതുവായ അർത്ഥത്തിൽ ഭാഷണ്ഡത്തിൽപ്പെടാത്ത സത്യവിശ്വാസം പഠിപ്പിക്കുന്ന ഏകവും വിശുദ്ധവും കാതോലികമായ കത്തോലിക്ക സഭ. ഈ സഭ പേർഷ്യൻ സഭയുമായി സംസർഗത്തിലായിരുന്നു. പേർഷ്യൻ സഭ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽപ്പെട്ട സഭാസമൂഹമായിരുന്നു. ചില കാലങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി നിന്ന ചരിത്രമുണ്ടായിട്ടുണ്ട്. എങ്കിലും പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സഭ പേർഷ്യയിലെ കത്തോലിക്ക സഭയുമായി സംസർഗത്തിലായിരുന്നു. അവിടുത്തെ മെത്രാന്മാർ, കത്തോലിക്ക മെത്രാന്മാർ 1 നൂറ്റാണ്ട് കാലം 3 മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നു.
പേർഷ്യയിലെ കത്തോലിക്കാ സഭയും റോമാ സഭയും തമ്മിലും സംസർഗത്തിലായിരുന്നു. റോമൻ സഭയെക്കുറിച്ചും റോമൻ മാർപ്പാപ്പയെക്കുറിച്ചും ഇവിടുത്തെ വിശ്വാസികൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. റോമിലെ മാർപ്പാപ്പായ്ക്ക് പത്രോസിന് പിൻഗാമി എന്ന നിലയിൽ ആഗോള സഭയിലുണ്ടായിരുന്ന പ്രത്യേക അധികാരത്തെക്കുറിച്ച് ഇവിടുത്തെ സഭയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് റോമൻ മാർപ്പാപ്പ അയക്കുന്ന ഒരു മെത്രാൻ, അദ്ദേഹം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മെത്രാനാണെന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ ലത്തീൻ മെത്രാന്മാരെ ഇവിടുത്തെ സഭ സ്വീകരിച്ചതും അംഗീകരിച്ചതും മിഷണറിമാരെ അവരെ ഉൾക്കൊണ്ടതും. എന്നാൽ 1600 ശേഷമാണ് റോമൻ കത്തോലിക്കാ സഭ ഈ സഭയുടെ മേൽ കാനോനികമായി അധികാരം പുലർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇവിടുത്തെ സഭ 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സഭയുമായി ബന്ധം പുലർത്തിയിരുന്നു. മറ്റൊരു സഭയുമായും നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നതായി നമുക്ക് തെളിവില്ല. എന്നാൽ പേർഷ്യൻ സഭ കത്തോലിക്കാ സഭയുമായി ബന്ധം പുലർത്തിയിരുന്നു, സംസർഗത്തിലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ സഭ പേർഷ്യൻ സഭയുമായും അങ്ങനെ റോമിലുള്ള കത്തോലിക്കാ സഭയുമായും ബന്ധത്തിലും സംസർഗത്തിലുമായിരുന്നു എന്നതാണ് സത്യം. മിഷണറിമാർ ഇവിടെ വന്ന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ കത്തുകളും അയച്ചത് പോർച്ചുഗലിലേക്കും റോമായിലെ മാർപ്പാപ്പായ്ക്കുമാണ്. അതുപോലെ തന്നെ പേർഷ്യയിലെ കത്തോലിക്ക മെത്രാന്മാർക്കുമാണ് എഴുത്തുകൾ അയച്ചത്. ഇവിടുത്തെ സഭ ഒരിക്കലും പ്രശ്നപരിഹാരത്തിനായി മറ്റൊരു സഭയുമായി ബന്ധപ്പെട്ടിരുന്നില്ല. ഇതെല്ലാം സൂചിപ്പിക്കുക ഇവിടുത്തെ സഭയ്ക്ക് റോമിലെ കത്തോലിക്ക സഭയുമായിട്ട് മാത്രമേ സംസർഗമുണ്ടായിരുന്നുള്ളൂ. മറ്റ് പാഷണ്ഡതകൾ പഠിപ്പിക്കുന്ന ഒരു സഭയുമായും ഈ സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നില്ല. 1665 ശേഷമാണ് ഇവിടെ യാക്കോബായ സഭ കടന്നു വരുന്നത്. ഇവിടുത്തെ സഭയുമായി യാക്കോബായ സഭയുമായി ഇവിടുത്തെ സഭയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുന്നത്. ആ യാക്കോബായ സഭയുടെ ഭാഗമായി നിന്ന പുത്തൻകൂർ സമുദായം 1912 മെത്രാൻ കക്ഷി ബാവാ കക്ഷിയായി പിളരുകയും മെത്രാൻ കക്ഷിയാണ് പിന്നീട് 1934 ശേഷം ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ ഒരു സഭയായിട്ട് വളരുകയും ചെയ്തത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന സഭ ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ കത്തോലിക്ക സഭയായിരുന്നു. ഈ സഭയ്ക്ക് പേർഷ്യൻ കത്തോലിക്ക സഭയുമായി സംസർഗമുണ്ടായിരുന്നു. ഈ സഭയ്ക്ക് റോമൻ കത്തോലിക്ക സഭയുമായും സംസർഗമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോമിലെ മാർപ്പാപ്പായെയും റോമിലെ മെത്രാന്മാരെയും ഇവിടുത്തെ സഭാ സമൂഹം അംഗീകരിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് റോമിലെ മെത്രാന്മാർ ഇവിടെ കടന്നു വന്ന് ഇവിടുത്തെ സഭയുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചതും സൂനോദോസ് കൂടാൻ ശ്രമിച്ചതും ആ സൂനോദോസിന് എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും കടന്നു വരാൻ ശ്രമിച്ചതും ഇത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമുക്കറിയാം സഭയുടെ ആധുനിക പശ്ചാത്തലം. ഇന്ന് സഭകൾ വിവിധ സമൂഹങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മലങ്കര സഭ വിവിധ കൂട്ടായ്മകളായി ചിതറിയിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഐക്യമെന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവ് നമ്മുടെ മുമ്പിൽ ഒരു ചിഹ്നമായിട്ട് നിൽക്കുകയാണ്, ഒരു അടയാളമായിട്ട് നിൽക്കുകയാണ്. കത്തോലിക്ക സഭയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും മാർത്തോമാ സഭയും മറ്റ് സഭകളുമായി ഒരു ഐക്യത്തിൻ്റെ വേദി രൂപപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഓരോ സഭയും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ എല്ലാ അധികാര അവകാശങ്ങളോടു കൂടിയും അവരുടെ ദൈവശാസ്ത്രം, ആധ്യാത്മികത, പാരമ്പര്യം എല്ലാ യാഥാർത്ഥ്യവും ചേർന്ന് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ആ വലിയ സുദിനം തീർച്ചയായിട്ടും അതാണ് ദൈവികമായിട്ടുള്ളത്. അതിനെല്ലാ സഭകളും ഹൃദയം തുറക്കണം, മനസ്സ് തുറക്കണം. ഈ വിഭജനം ഏതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം തെറ്റായിട്ട് നമ്മൾ കരുതുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ സഭകളെല്ലാം കൂടി പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സഭകൾ തമ്മിലുള്ള ഐക്യം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ദൈവ ഇച്ഛ. അത് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിലെ ഉള്ളടക്കത്തിൻ്റെ ഭൂരിഭാഗവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വൈദികനായിരുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് ചേടിയത്തച്ഛൻ എഴുതിയ മലങ്കര സഭ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.